शाम के समय के लिए हम आपको स्तुति और धन्यवाद करते हैं प्रभु। കർത്താവെ രാത്രികാലവും വീണ്ടും തിരുസന്നിധിയിൽ കർത്താവെ അല്പസമയം ഇരിപ്പാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ കുടുംബമായി സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. हमेशा आज के समय भी थोड़ी देर आपके चरणों में बैठने के लिए, आपके वचन से सीखने के लिए हमारे जीवन में एक मौका दिए, इसलिए हम धन्यवाद करते हैं. സഭയാ കുടുംബങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഒരിക്കൽ കൂടെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു കർത്താവെ. हमारे कलीसिया के हर एक परिवारों को आपके हाथ में समर्पण करते हैं. കർത്താവെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ സൂമിൽ കൂടെയും കർത്താവെ ഫേസ്ബുക്കിൽ കൂടെയും ശേഷം യൂട്യൂബിൽ കൂടെ ഒക്കെയും ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. परमेश्वर हम हर एक मीडियाओं के द्वारा हमें देखने वालों को आपके हाथ में समर्पण करते हैं. കർത്താവ് എല്ലാവരോടും ദൈവാത്മാവ് ഇടപെടുമാറാകണം. हर किसी से बात करिए. കർത്താവെ പറയപ്പെടുന്ന വചനങ്ങൾ അവരുടെ ഹൃദയത്തിൽ ആണിവേരായി ഇറങ്ങുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണം. परमेश्वर बोलने वाला हर एक वचन जो है उनके दिलों में पढ़ने पाए. അത് കേൾക്കുക മാത്രമല്ല കർത്താവ് ജീവിതത്തിൽ പ്രായോഗികമായി തീർക്കുവാൻ ഗുണമായി സ്വർഗ്ഗത്തിലെ ദൈവമായ കർത്താവ് സഹായിക്കുമാറാണ്. परमेश्वर खाली वचन सुनने वाला नहीं, उसके अनुसार चलने वाला भी वो बनने पाए. അതിനായി കർത്താവ് ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണം. उसके लिए मैं तैयार करिए. പരിസരങ്ങളെ കർത്താവ് നിയന്ത്രിക്കണം. परिस्थितियों को आप संभालिए. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. आपके हाथ में समर्पण करते കർത്താവ് हैं. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. आपने हमारी प्रार्थनाओं को യേശുവിന്റെ നാമത്തിൽ सुनी. ചോദിക്കുന്നു, കൃപ തോന്നി ഉത്തരമണമേ യേശുവിന്റെ പിതാവേ. यीशु मसीह के नाम से हमने प्रार्थना मांगा, सुनो और कबूल करो हमारे स्वर्गीय Praise the Lord. Hallelujah. നമുക്കൊരു പാട്ട് പാടാം, ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. Praise the Lord. Hallelujah. Glory to Jesus. एक गाना गाएंगे, Hallelujah. परमेश्वर को स्तुति करेंगे. हालेलुया. अंत्यकाल अभिषेकम सकल जडत्तिन्मेलु. हालेलुया. अंत्यकाल अभिषेकम सकल जडत्तिन्मेलुം കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. अंत्यकाल अभिषेकम सकल जडत्तिन्मेलुം കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ.
ഒരിക്കൽ കൂടെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു, ഏൽപ്പിക്കുന്നു. परमेश्वर एक बार और आपके चरणों में हमें पूरी तरह समर्पण करते हैं प्रभु। ഹല്ലേലൂയ. വചനത്തിൽ കൂടെ കർത്താവ് ഞങ്ങൾ ഇടപെടുമാറാകണമേ. आपके वचन के द्वारा हमसे बात करिए, ഞങ്ങളെ പഠിപ്പിക്കണമേ हमें കർത്താവ്. सिखाइए, നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആലോചനകളെ നൽകി തരുമാറാകണം. हमें जो जरूरत है प्रभु उसके अनुसार आप हमें सिखाइए। കർത്താവേ, ആത്മശക്തിയോടെ ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണം. परमेश्वर आत्मा की शक्ति से भरते हुए हमें അതിനായി പഠിപ്പിക്കണമേ കർത്താവ്. उसके लिए हमें सिखाइए, അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. आपके हाथ में समर्पण करते हैं। പ്രാർത്ഥനകളതിനാൽ സ്തോത്രം आपने ചെയ്യുന്നു. हमारी प्रार्थनाओं को सुन लिया, इसलिए धन्यवाद। യേശുവിന്റെ നാമത്തിൽ. यीशु मसीह के नाम से आमीन। आमीन। हालेलुया। हालेलुया। Praise the Lord. Hallelujah. हालेलुया। Glory, ദൈവനാമത്തിന് glory, മഹത്വം glory. ഉണ്ടാകട്ടെ. परमेश्वर के नाम की स्तुति हो। നമ്മളെ കഴിഞ്ഞ നാളുകളില് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. हम पिछले दिनों में पवित्र आत्मा के बारे में सीख के आ रहे हैं। മാത്രമല്ല പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കുമ്പോൾ, അഭിഷേകം പ്രാപിക്കുമ്പോൾ അല്ലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന കൃപാവരങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. हमारे जीवन के अंदर जब हम अभिषेक को पाता है तो हमारे जीवन में मिलने वाले आत्मिक वरदानों के बारे में हम सीख रहे थे। അന്യഭാഷയെ കുറിച്ച് നമ്മൾ പഠിച്ചു. अन्य भाषा के बारे में सीख। അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തി തനിക്ക് തന്നെ ആത്മീയ വർധനവിനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. हमने ये भी सीखा है कि अन्य भाषा में जो बात करने वाला व्यक्ति जो खुद को आत्मिक उन्नति करते हैं। അത് മാത്രമല്ല, वही नहीं, അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അതിന് മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. अन्य भाषा में जब हम बातें करते हैं तो दूसरों लोगों के लिए भी उन्नति मिलते हैं। ഇന്ന് പകൽക്കാലം നമ്മൾ അതിന്റെ തുടർച്ചയായ ഭാഗങ്ങൾ പഠിക്കാൻ പോവുകയാണ്. हम आज के दिन जो उसके आगे सीखेंगे। നവകൃപാവരങ്ങളെ കുറിച്ച് നമ്മൾ തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. हम 9 वरदानों के बारे में पीछे सीखा है। ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാഷകളുടെ വ്യാഖ്യാനം. आज हम सीखने जा रहे हैं भाषाओं का मतलब या विवरण। ഈ ക്ലാസിന്റെ ആരംഭത്തിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. इस क्लास की शुरुआत में मैं आपको एक बात बताना നമ്മൾ चाहता हूं। ദൈവസന്നിധിയിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ അന്തരാത്മാവിന്റെ സെൻസസ് വർക്ക് ചെയ്യാറില്ല. हम परमेश्वर की संगति में आने से पहले या आत्मिक उन्नति पाने से पहले जो है हमारे अंदर की जो सेंसेस जो है काम नहीं करता। ഞാൻ നേരത്തെ നമ്മുടെ ചർച്ചിലെ ക്ലാസ്സുകളൊക്കെയും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനുഷ്യൻ ശരീരത്തില് വെളിയില് എങ്ങനെ കണ്ണ്, മൂക്ക്, വായ എന്നുള്ളതായിരിക്കുന്ന സെൻസസ് ഉണ്ടോ, 5 സെൻസസ് ഉണ്ടോ, അതുപോലെ തന്നെ ആത്മാവിന് സെൻസസ് ഉണ്ട്. जैसे हमारे बाहरी शरीर के अंदर जो 5 इंद्रिय जैसे है वो वैसे आत्मा के अंदर आत्मिक शरीर के अंदर भी 5 इंद्रिय है। ആ സെൻസസുകൾ കൊണ്ടാണ് ആത്മീയ മണ്ഡലത്തിൽ നമ്മൾ നടക്കുന്നത്, ചലിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഗ്രഹിക്കുന്നത്, അനുഗ്രഹം പ്രാപിക്കുന്നത്. उस 5 इंद्रिय आत्मिक इंद्रियों के द्वारा हम आत्मिक जीवन में चलते फिरते हैं। അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത്, ഞങ്ങൾ നടക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്ര. വിശ്വാസം എന്ന് പറയുന്നത് ആത്മീയ മണ്ഡലത്തിലെ കണ്ണാണ്. इसलिए पौल कहता है कुरिन्थियों की किताब में, हम जो चलते हैं वो हमारी शारीरिक नजर से नहीं, हम आत्मिक नजर से देख के चलते हैं। അതുപോലെ തന്നെ നാം അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ ഈ 5 സെൻസുകളും അവിടെ ഓപ്പൺ ചെയ്യാനിടയാവും. जब हम आत्मिक अभिषेक पाने के बाद जो है उसके बाद तुरंत बाद जो हमारी ये 5 जो इंद्रिय जो है काम करने लगते हैं। നമുക്ക് ആത്മീയ മണ്ഡലത്തെ കാണുവാൻ കഴിയും. हम इस आत्मिक मंडल को देख सकते हैं, ദൂതന്മാരെ കാണാൻ കഴിയും, दूध लोगों को देख सकते ദൈവ हैं, സാന്നിധ്യം കാണുവാൻ കഴിയും, परमेश्वर की उस महान संगति समझ सकते हैं, ഭൂതങ്ങളെ കാണുവാൻ കഴിയും, हैं। ഭൂതങ്ങളെ കാണുവാൻ കഴിയും. भूत लोगों को भी देख सकते എന്ന് हैं। പറഞ്ഞാൽ ആത്മീയ മണ്ഡലത്തിലുള്ള സ്പിരിച്വൽ ബീയിങ്സിനെ എല്ലാം നമുക്ക് കാണുവാനും അറിയുവാനും സെൻസ് ചെയ്യുവാൻ കഴിയും. जो आत्मिक मंडल में रहने वाले हर एक चीज को महसूस कर सकते हैं। ആത്മീയ മണ്ഡലത്തിൽ നമുക്ക് സ്മെല്ല് ചെയ്യുവാൻ കഴിയും. സ്മെല്ലിംഗ്. आत्मिक उस परिस्थिति में हम अपने सूंघ भी सकते हैं। ആത്മീയ മണ്ഡലത്തിൽ നമുക്ക് ഉണരുവാൻ കഴിയും. നമ്മളെ സ്പർശിക്കുന്നത്, പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നത്, ദൂതന്മാർ സ്പർശിക്കുന്നതൊക്കെ നമുക്ക് അറിയുവാൻ കഴിയും. आत्मिक मंडल के अंदर पवित्र आत्मा जब हमें छूते हैं तो हमें पता चल जाता है। അതിന് കണ്ണ് തുറക്കണം. उसके लिए हमारे അതെങ്ങനെയാണ്? പരിശുദ്ധാത്മാവിന്റെ ആ രാജകീയ അഭിഷേകം നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ 5 സെൻസുകൾ നമുക്ക് തുറക്കും. ये अगर 5 इंद्रिय अगर आत्मिक 5 इंद्रियों को खोलना है तो उस पवित्र आत्मा की पूरी तरह अभिषेक को पाना जरूरी है। അപ്പോൾ നമുക്ക് അത് പൂർണ്ണമായിട്ടും ആത്മീയ മണ്ഡലത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ അറിയുവാൻ കഴിയും. तब हम पूरी तरह जो हमारे आत्मिक मंडल के अंदर होने वाले हर एक चीजों को महसूस कर सकते हैं। ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറയാൻ പോകുന്നതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ ഇത് പറഞ്ഞത്. हम एक खास बात आज सीखने जा रहे हैं, इसलिए मैंने शुरुआत में ये बात ഈ കൃപാവരം ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്നതായ കാര്യങ്ങൾ കൊണ്ടോ അല്ല.
ये जो वरदान के उपयोग हम करते हैं, जो हमें हमारी जो शारीरिक बुद्धि और सामर्थ्य नहीं हो पाएगा, ഇതൊരു സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ് ആണ്. ये एक उससे भी बढ़कर एक महान खास गिफ्ट है. ഭാഷകളുടെ വ്യാഖ്യാനം. ये भाषाओं का विवरण. ഭാഷകളുടെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ भाषाओं का विवरण का मतलब ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. आपको ध्यान देना है. ഭാഷകളുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ അല്ല, ഇറ്റ്സ് നോട്ട് എ പരിഭാഷയല്ല, ഭാഷകളുടെ പരിഭാഷയല്ല, ഇത് ഭാഷകളുടെ വ്യാഖ്യാനമാണ്. ये भाषाओं का परिभाषा नहीं है, जो मतलब बताना है वो ये है कि विवरण देना. അതുകൊണ്ട് നമ്മൾ ഭാഷ വ്യാഖ്യാനിക്കുമ്പോൾ ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്ന എൻ്റെ വൈഫ് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്, പരിഭാഷപ്പെടുത്തുകയാണ്. പക്ഷേ അന്യഭാഷയുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് അതല്ല. जो अन्य भाषा का मतलब बताना, जैसे अभी जब हम कर रहे जो पास्टर साहब जो मलयालम में बता रहे, वो मैं हिंदी में परिभाषा दे रही हूँ, वो वैसा नहीं है. അത് പ്രകൃതിക്ക് അതീതമായിരിക്കുന്ന ഒരു സെൻസിൽ കൂടെ ഗ്രഹിച്ചെടുത്ത് പറയുന്ന വാക്കുകളാണ്, അതാണ് വ്യാഖ്യാനം. वो हमारे परिस्थिति से, जो हमारे जीवन से पढ़कर जो हम सोच समझ के पवित्र आत्मा हमें समझाता है, वो है. അത് കമന്റിംഗ് ആണ്. അത് കമന്റിംഗ്, നോട്ട് കമാൻഡിംഗ്, കമന്റിംഗ്. वो കമന്റ് ചെയ്യുകയാണ്. वो उसके बारे में हम बताते हैं. എന്താണ് ഒരാൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ വ്യാഖ്യാനിക്കുന്ന വ്യക്തി അന്യഭാഷയിൽ സംസാരിക്കുന്നത് എന്താണെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുക, അല്ലെങ്കിൽ വേറൊരു ഭാഷയിലേക്ക് മാറ്റി പറയുകയില്ല. അതേ അന്യഭാഷയുടെ അതേ അർത്ഥത്തെ ആത്മീയ മണ്ഡലത്തിൽ നിന്ന് ഗ്രഹിച്ചു പറയുകയാണ്. उस जो अन्य भाषा में बताने वाले उस भाषा को आत्मिक मंडल से उसको बदलाव करके, जो समझने लायक उसको परिभाषा नहीं, उसको मतलब हम बताते हैं. അതുകൊണ്ട് നമ്മൾ സെൻസിറ്റീവ് ആയിരിക്കണം, വളരെ സെൻസിറ്റീവ് ആയിരിക്കണം ആത്മീയ മണ്ഡലത്തിലായിരിക്കും. इसलिए हमें जब आत्मिक मंडल में बहुत ज्यादा ध्यान देना जरूरी है. നമ്മൾ സെൻസിറ്റീവ് ആകും, हम बहुत ज्यादा ध्यान അതാണ് देना, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ये खास बात ഈ है. രാജകീയ അഭിഷേകം നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ ये राजकीय अभिषेक को पाने के बाद ശാരീരിക മണ്ഡലത്തിൽ നമ്മൾ എങ്ങനെ സെൻസിറ്റീവ് ആയിരിക്കുന്നോ, शारीरिक मंडल में जैसे हम महसूस करते हैं, അതിനേക്കാൾ ഒക്കെ ഉപരിയായി ആത്മീയ മണ്ഡലത്തിൽ നമ്മൾ സെൻസിറ്റീവ് ആകും. उससे बढ़कर हम आत्मिक मंडल में जो महसूस करने लगे. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ആത്മീയ മണ്ഡലവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. आपसे जैसे मैं अभी बात कर रहा हूँ, उसी के साथ साथ में जो है आत्मिक मंडल में बात कर सकता हूँ, समझ सकता ഞാൻ हूँ. കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും അങ്ങനെയാണ്. കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തികളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയും അതിനനുസരിച്ച് അവരെ കൗൺസിൽ ചെയ്യുകയും ചെയ്യാറുണ്ട്. मैं काउंसलिंग देता हूँ लोगों को, उस समय जब काउंसलिंग के बीच में पवित्र आत्मा मुझसे जो बातें करते हैं, उसके अनुसार मैं उनको समझाता हूँ और आगे बढ़ाता हूँ. അതുകൊണ്ട് രണ്ട് രീതിയിലുള്ള ഒരു ആത്മീയ മനുഷ്യനെ സംബന്ധിച്ചോളം, ദൈവപൈതലിനെ സംബന്ധിച്ചോളം, അഭിഷേകം പ്രാപിച്ച രാജകീയ അഭിഷേകം പ്രാപിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിലുള്ള സെൻസിറ്റീവ് അവർക്കുണ്ടായിരിക്കും. സെൻസിറ്റിവിറ്റി. जैसे राजकीय अभिषेक पाया हुआ व्यक्ति के अंदर दो तरीके का महसूस उनके अंदर होगा. ഭൗതികപരമായിരിക്കുന്ന കാര്യങ്ങൾ കാണുവാൻ, അറിയുവാൻ, സ്മെൽ ചെയ്യുവാൻ കഴിയുന്നത് പോലെ തന്നെ ആത്മീയ മണ്ഡലം അറ്റ് ദ സെയിം ടൈം, അതാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം. അനോയിന്റിങ്ങിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി, ഭൗതികപരമായ അല്ലെങ്കിൽ ലൗകികപരമായിരിക്കുന്ന കാര്യങ്ങളും ആത്മീയപരമായിരിക്കുന്ന കാര്യങ്ങളും ഒരുപോലെ സെൻസ് ചെയ്യാൻ കഴിയും. एक ही समय जो एक ही पल में जो है हम दो बातों को समझ सकते हैं, महसूस कर सकते हैं. ഈ വ്യാഖ്യാന വരം എഴുതിയിരിക്കുന്നത് 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാണ്. पहला कोरिन्थी उसका 12 का 10 में लिखा है. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഒരുവന് മറ്റൊരുവന് വീര്യപ്രവർത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. पहला कोरिन्थी उसका 12 के 10 में लिखा है, फिर किसी को सामर्थ के काम करने की शक्ति, और किसी को भविष्यवाणी की, और किसी को आत्माओं की परख, और किसी को अनेक प्रकार की भाषा, और किसी को भाषाओं का अर्थ बताना. ആമേൻ, ഹല്ലേലൂയ. ഈ കൃപാവരത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്യഭാഷയോടുകൂടെ ചേർന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ പ്രാപിച്ചെടുക്കേണ്ട ഒരു കൃപാവരമാണ്. ये जो है हम अन्य भाषा के साथ साथ पाने वाला एक वरदान है. ये भी ഇതെപ്പോഴും അന്യഭാഷയോടുകൂടെ ചേർന്ന് ഉപയോഗിക്കാവുള്ളൂ, അല്ലെങ്കിൽ അന്യഭാഷയോട് ചേർന്ന് മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യത്തുള്ളൂ. अन्य भाषा के साथ साथ चलने वाला एक वरदान है. പരിശുദ്ധാത്മാവിൽ കൂടെ ദൈവിക ഭാഷകൾ സഭയ്ക്ക് അറിയാവുന്ന ഭാഷയിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുകയാണ്, അല്ലെങ്കിൽ കമന്റ് ചെയ്യുകയാണ്.
परमेश्वर की कलीसिया के अंदर परमेश्वर की बातों को परमेश्वर की इच्छा के अनुसार दूसरों को समझाते हैं। അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു പ്രകൃതാതീയമായ കഴിവാണ്. നമ്മൾ പറഞ്ഞ സൂപ്പർ നാച്ചുറൽ ടാലന്റ് ആണിത്. ये एक बहुत खास, एक इस पृथ्वी से बढ़कर एक उन्नति, एक ऊंचाई की बात। അല്ലാതെ ഇത് 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 പരിഭാഷയല്ല, ട്രാൻസ്ലേഷൻ അല്ല. ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന പോലത്തെ ട്രാൻസ്ലേഷൻ അല്ല ഇത്. ये परिभाषा नहीं है। ഇത് പരിശുദ്ധാത്മാവിൽ കൂടെ സെൻസ് ചെയ്തുകൊണ്ട്, ആത്മീയ മണ്ഡലത്തെ സെൻസ് ചെയ്തുകൊണ്ട് എന്താണോ അന്യഭാഷയിൽ ആ വ്യക്തി സംസാരിച്ചത് അതിനെ അതുപോലെ തന്നെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. വേറൊരു ഭാഷയിൽ പറയുന്നു എന്നുള്ള ഒരു വ്യത്യാസമുണ്ടെങ്കിലും അവിടെ പറഞ്ഞ് അതുപോലെ തന്നെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. पवित्र आत्मा ने जो बातें बोला होगा वो वैसे ही दूसरों को बताते हैं, ये परिभाषा नहीं है। അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യാഖ്യാതാവ് അല്ലെങ്കിൽ വ്യാഖ്യാനം ചെയ്യുന്ന, കമന്റ് ചെയ്യുന്ന വ്യക്തി അന്യഭാഷയിൽ പറഞ്ഞ എന്താണെന്ന് അദ്ദേഹം ഒന്നും അറിയുന്നില്ല. എന്താണ് അന്യഭാഷയിൽ പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് യാതൊരു അറിവും അദ്ദേഹത്തിനില്ല. इनकी खास बात ये है कि जो अन्य भाषा में बोले हुआ बात वो जो बोलने वाला व्यक्ति भी नहीं जानते कि क्या बोला है। അതല്ല, അതുപോലെ തന്നെ ആ ഉച്ചാരണം എന്ന് പറയുന്നതും അല്ലെ വ്യാഖ്യാനം എന്ന് പറയുന്നതും പ്രകൃതാതീയമായിരിക്കുന്ന ഒരു കഴിവാണ്. ये जो प्रोनाउंसिएशन और बोलने की बात, जो दोनों एक अलग बात है। അതുമല്ല, ഈ വരത്താൽ ആത്മാവിൽ അല്ലെ അന്യഭാഷയിൽ അടുത്ത വ്യക്തി അല്ലെങ്കിൽ ഞാൻ തന്നെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് സംസാരിച്ചോ അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നോ എന്നുള്ളത് അത് ഈ വ്യാഖ്യാനത്തിൽ കൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. वो जो अन्य भाषा में बोले हुए बात जो मतलब जो है इस वरदान के द्वारा हम समझ सकते हैं। അപ്പോൾ സഭയിലുള്ള വ്യക്തികൾ അത് സ്വീകരിക്കുകയും അവർക്ക് ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. तब कलीसिया के लोग उसको स्वीकार करते हैं और उनकी आत्मिक बढ़ोतरी भी होते हैं। നമ്മൾ ഇവിടെ ഒരു അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. प्रेरितों की किताब 2 अध्याय में एक बात को पढ़ते हैं। അതിന്റെ अകത്ത് നമ്മുടെ 2-ാമത്തെ അധ്യായത്തിനകത്ത് ഒരു ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 11-ാമത്തെ വാക്യം, ക്രേത്യരും അറബിക്കാരുമായ നാം നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. परंतु अपनी अपनी भाषा में उनसे परमेश्वर की बड़े बड़े कामों की चर्चा सुनते हैं। അപ്പൊ ഈ വ്യാഖ്യാനത്തിൽ കൂടെ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ദൈവം ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങൾ, സഭയിൽ ചെയ്യാൻ പോകുന്നത്, പ്രത്യേകമായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത്, ദേശത്ത് ചെയ്യുവാൻ പോകുന്നതായ വൻ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വിവരണമായിരിക്കും ഈ വ്യാഖ്യാനത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന കഴഞ്ച്. इस अन्य भाषा के विवरण के अंदर परमेश्वर के जो बड़ी बड़ी बातें, जो देश के अंदर परमेश्वर करने वाली बातें या किसी व्यक्ति के अंदर परमेश्वर आगे वाले दिनों में करने वाली बातें, ये सब मिला हुआ। ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സഭകൾക്കൊക്കെ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്യഭാഷയും വ്യാഖ്യാനവും ഒക്കെയും നിന്നുപോയെന്ന് പ്രസംഗിക്കുകയും അങ്ങനെ പ്രസംഗിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ കൃപാവരങ്ങൾ നിന്നുപോയെന്ന് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ അതിനെ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാതെ പോയത് കൊണ്ട് സഭയിൽ ആൾക്കാർ വരുന്നു, ആരാധിക്കുന്നു, കടന്നു പോകുന്നു. അവർക്ക് ഒന്നിനെ കുറിച്ചും യാതൊരു കെയറുമില്ല. आजकल कलीसिया की कमी क्या है कि उन कलीसिया के अंदर किसी को ये नहीं सिखाते हैं कि सब लोग ये बताते हैं कि ये वरदान सारे बंद हो गया है, आगे नहीं चलता है करके, या आगे इनके बारे में किसी को सिखाते नहीं। അതുകൊണ്ട് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവീയ പ്രവൃത്തി അല്ല, ദൈവം ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തി, സഭയിൽ ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തി, ദേശത്ത് ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തി, രാജ്യത്ത് ദൈവം ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തികളൊന്നും ജനം അറിയുന്നില്ല. इसलिए जो परमेश्वर जो दुनिया के अंदर, देश के अंदर, कलीसिया के अंदर, लोगों के अंदर करने वाले जो बातें जो होते हैं वो जो लोग समझ नहीं पाते। നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ടത് ആർക്കാണ് ഈ കൃപാവരം ഉപയോഗിക്കാൻ കഴിയുന്നത്? हमने पिछले क्लासों में सीखा है कि कौन लोग इसको उपयोग कर सकते हैं। അതിനൊരു പ്രത്യേക, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട ഒരു ചില കാര്യങ്ങൾ ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. मैं अपने जीवन में देखे हुए कुछ बात आपको बता रहा हूं। എന്റെയൊക്കെ ചൈൽഡ്ഹുഡിൽ ഞങ്ങൾ ചർച്ചിലായിരിക്കുമ്പോൾ ഇതുപോലത്തെ അന്യഭാഷയും അതിന്റെ വ്യാഖ്യാനവും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. बचपन में जब कलीसिया में जाते हैं तो मैंने खुद अपनी आंखों से देखा हुआ। അവിടെ 1-2 വ്യക്തികൾ മാത്രമേ അന്യഭാഷ സംസാരിക്കത്തുള്ളൂ. भाई 1-2 लोग जो अन्य भाषा बोलते हैं। എന്നാൽ 7, 8, 9 പേര് അല്ലെങ്കിൽ 10 പേര് വരെയും വ്യാഖ്യാനിക്കുന്നത് കാണുവാൻ കഴിയും. लेकिन 8, 9, 10 लोग तक इनका विवरण देते हुए मैंने देखा है। എന്നാൽ അതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇപ്പോഴാണ് എനിക്ക് അതൊക്കെ ശരിക്കും മനസ്സിലാകുന്നത്. अभी मैं उसके मतलब समझ रहा हूँ। വളരെ ക്ലാരിറ്റിയോടുകൂടി
ഒരാള് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ ഒരിക്കലും സംസാരിക്കത്തില്ല. एक व्यक्ति अगर मतलब बता रहा होगा या बता रहे होंगे या बातें कर रहे हो तो उस समय कोई और व्यक्ति बात नहीं करते भी। വളരെ ക്ലാരിറ്റി ആയിരിക്കും അതിന്. उसको बड़े साफ तरीके से എന്താണ് ദൈവം ദേശത്ത് ചെയ്യുവാൻ പോകുന്നത്, പർട്ടിക്കുലർ ആയിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം എന്താണോ ചെയ്യാൻ പോകുന്നത് അതിനെ വ്യക്തവും തെളിവുമായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയും. परमेश्वर इस पृथ्वी के अंदर क्या करने जा रहे हैं, कोई व्यक्ति के जीवन के अंदर क्या करने जा रहे हैं करके हम साफ साफ समझ सकते हैं. സഭയിലുള്ള കുറവുകൾ, വ്യക്തി ജീവിതങ്ങളിലുള്ള ആത്മീയ കുറവുകളൊക്കെ വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു വരും. कलीसिया की कमी कटी या कोई व्यक्ति के जीवन के अंदर की कमी सब वहां पे बताते हैं. അതുകൊണ്ട് ദൈവസഭയിൽ കടന്നു വരുന്ന ആളുകൾക്ക് ഉള്ളിൽ ഒരു വലിയൊരു ഭയം ഉണ്ടായിരുന്നു. इसलिए कलीसिया के अंदर आने वाले लोगों के अंदर एक परमेश्वर के ऊपर एक डर था. ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. सामुएल की किताब में ऐसे पढ़ते हैं. ശമൂവേല് ദാവീദിനെ അഭിഷേകം ചെയ്യുവാനായിട്ട് കടന്നു ചെല്ലുന്നുണ്ട്. सामुएल दाऊद को अभिषेक करने के लिए जा रहा है. അവിടെ കടന്നു ചെല്ലുമ്പോഴത്തേക്കും ആ ദേശത്തുണ്ടായിരുന്നവരെല്ലാം വിറച്ചുകൊണ്ട് വരികയാണ് പ്രവാചകന്റെ അടുത്തേക്ക്. इस भविष्यवक्ता के सामने वहां के सारे लोग, उस देश के अंदर जितने भी लोग हैं सब डरते हुए इनके सामने. കാരണം പ്രവാചകൻ വരുമ്പോൾ പേടിയാണെന്ന്. क्योंकि भविष्यवक्ता के सामने सब लोग डरते थे. ഭയങ്കര പേടിയാണ്. കാരണം എന്താണ് യഹോവ, കാരണം പഴയ നിയമമാണല്ലോ, കല്ലിന് കല്ല്, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ലെന്നുള്ളതായ നിയമമാണല്ലോ. क्योंकि पुराने नियम की उस समय था कि जो भी आंख के आंख, अगर दांत के दांत, ऐसे उस समय जो उनको जवाब मिलता. അതുകൊണ്ട് എപ്പോഴാ ആർക്ക് അടി വീഴുന്നത്, അല്ലെ ആരാ മരിക്കുന്നത്, ആരാ പാപം ചെയ്തത്, എന്താണ് ശിക്ഷ വരാൻ പോകുന്നത് ഒന്നും അറിയത്തില്ല. इसलिए किसी को पता ही नहीं था कि किसके ऊपर दंड आने वाला है, किसको परमेश्वर दंड देने वाला है, ये सब कोई नहीं जानते. അതുകൊണ്ട് പ്രവാചകൻ വരുമ്പോൾ അവർക്ക് പേടിയാ. इसलिए भविष्यवक्ता आते समय उनको डर लगता है എന്ന് പറഞ്ഞതുപോലെ തന്നെ പഴയ സഭകളില് ആത്മാവിൽ ജനങ്ങൾ ആരാധിക്കുകയും അന്യഭാഷ സംസാരിക്കുകയും അതിന്റെ വ്യാഖ്യാനം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾ വളരെ ഭയഭക്തിയോടുകൂടെ വിശുദ്ധിയോടുകൂടെ ദൈവസഭയിൽ വരുമായിരുന്നു. इसलिए पुराने नियम उस काल में उस कलीसिया के अंदर जब लोग भविष्यवाणी देते हैं या परमेश्वर की बातें बताते हैं, सिखाते हैं, तो लोग डरते हुए सबके सामने कलीसिया में आते थे कि क्या होने वाले है आगे, परमेश्वर क्या बताने वाले हैं. മാത്രമല്ല സഭയ്ക്ക് ക്വാളിറ്റി മാത്രമല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. उस समय कलीसिया के अंदर एक अच्छा झुंड भी आते थे, उसके साथ साथ एक अच्छे लोग भी होते हैं. എല്ലാവർക്കും നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. हर किसी के अंदर एक अच्छा विश्वास था. മിക്കവാറും എല്ലാവരും ഏതെങ്കിലും ഒരു കൃപാവരമുള്ളവരായിരുന്നു. हर किसी के अंदर कोई ना कोई वरदान होता था. അതുകൊണ്ട് ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ദൈവാത്മാവിൽ ദൂത് കേൾക്കാൻ വിളിക്കുകയോ ഒക്കെ ചെയ്യാൻ ആളുകൾക്ക് വളരെ താല്പര്യമായിരുന്നു. उस समय जो लोगों को अगर किसी के घर में भविष्यवाणी देने के लिए या प्रार्थना करने के लिए बुलाते थे, लोग बड़े खुशी के साथ जाते थे. ഭയങ്കര ബഹുമാനമായിരുന്നു ദൈവമക്കളെ. लोगों को बड़े आदर करते थे परमेश्वर के लोगों को. കാരണം ദൈവാത്മാവിന്റെ പ്രവൃത്തി ദൈവസഭയിൽ ശക്തമായി നിറഞ്ഞിരുന്നു. इसलिए कि परमेश्वर की काम या पवित्र आत्मा की काम उस समय बहुत ज्यादा था. ഈ വ്യാഖ്യാനപരങ്ങൾ എങ്ങനെയാണ്, ആരാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ये वरदान कौन उपयोग करते हैं? 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. पहला कोरिन्थी 12:11 में हम ऐसे पढ़ते हैं. ആത്മാവ് ഇച്ഛിക്കുന്നത് പോലെ ഹല്ലേലൂയ ദൈവം അവർക്ക് അത് കൊടുക്കുന്നു. आत्मा की इच्छा के अनुसार परमेश्वर उनको ये वरदान देते हैं. ദൈവാത്മാവിനെ ആർക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു, ഒരുപക്ഷെ കൊച്ചുകുഞ്ഞായിരിക്കാം, വൃദ്ധനായിരിക്കാം, ആർക്കാണെങ്കിലും ദൈവം കൊടുക്കുമ്പോൾ അത് അവർ ഉപയോഗിക്കും. परमेश्वर जिनको देना चाहता है, वो बच्चे हो या बुजुर्ग हो, कोई भी हो, परमेश्वर जिनको देना चाहता है वो उसका उपयोग करते हैं. ഹല്ലേലൂയ. ദൈവാത്മാവാണ് ആ സമയത്ത് അവരെ തിരഞ്ഞെടുക്കുന്നത്. परमेश्वर की पवित्र आत्मा उनको चुनते हैं. അതിനെ ഒരു ആത്മനിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. उसके लिए हमारे अंदर एक आत्मिक भरपूरी. ആത്മനിറവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ എപ്പോഴും നടത്തപ്പെടുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. आत्मिक भरपूरी का मतलब है कि पवित्र आत्मा की अगुवाई में चलने वाली एक जीवन. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. पहला कोरिन्थी उसका 14 का 1 से लेकर 3 तक ऐसे पढ़ते हैं. അന്യഭാഷയിൽ സംസാരിക്കണം, അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. अन्य भाषा में प्रार्थना करना है और बातें भी करना है. എന്നാൽ അതേ സമയത്ത് उसी के साथ साथ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനപരത്തിന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. उस अन्य भाषा में बात करने वाला व्यक्ति जो उसके विवरण के लिए या मतलब बताने के लिए भी प्रार्थना करना है. അതാ 14-ന്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വീട്ടിലിരുന്ന് വായിച്ചാൽ മതി. 14 की 1 से लेकर 3 तक आप घर में 3 വേണമെങ്കിൽ ഞാൻ ഒന്ന് വായിക്കാം. സ്നേഹം ആചരിപ്പിൻ, ആത്മീയവരങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പിൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്തെ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു.
जो अन्य भाषा में बातें करता है वो मनुष्यों से नहीं परंतु परमेश्वर से बातें करता है, इसलिए कि उसकी कोई नहीं समझता, क्योंकि वो भेद की बातें आत्मा में होकर बोलता है। परंतु जो भविष्यवाणी करता है वो मनुष्यों से उन्नति और उपदेश और शांति की बातें कहता है। ഞാനതുകൊണ്ടാണ് ക്ലാസ്സിന്റെ പ്രാരംഭത്തിലേ പറഞ്ഞത്, ദൈവീയ കൃപാവരങ്ങൾ നമ്മൾ പ്രാപിക്കുമ്പോൾ നമ്മുടെ ആത്മീയ അന്തരാത്മാവിന്റെ സെൻസിബിലിറ്റി വർദ്ധിക്കുവാനിടയാവും. इसलिए मैंने आपको शुरुआत में ही बताया, जब हम अन्य भाषा के वरदान को पाता है तो हमारे अंदर की जो महसूस करने का वो इच्छा जो जगते हैं। നമ്മളെ ഭൗതികപരമായ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് കൂടെ ഇരുന്നാണ് ആരാധിക്കുന്നത്. हम दूसरे लोगों के साथ मिलकर आराधना करते हैं। എല്ലാവരോടും കൂടെ നാം ഇരുന്ന് ആരാധിക്കുമ്പോൾ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയും. सब लोगों के साथ मिलके आराधना करने के समय भी हम पवित्र आत्मा परमेश्वर से बातें कर सकते हैं। നമ്മൾ അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ और हम ऐसे बातें करते रहेंगे, ആരെങ്കിലും ഒരാൾ പരിശുദ്ധാത്മാവിനാൽ അന്യഭാഷയിൽ സംസാരിക്കാൻ പോകുന്നു എന്നത് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. कोई एक व्यक्ति जो है अन्य भाषा में बातें करने जा रहे करके पवित्र आत्मा हमें समझाएगा। അത് നേരത്തെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാനിടയാവും. पहले ही आपको प्रकट करेगा, അപ്പോഴേ നമുക്ക് അതിനെ മനസ്സിലാക്കുവാൻ ഗ്രഹിക്കുവാൻ കഴിയും. तब हम उसमें समझ सकते हैं और ग्रहण कर सकते हैं। പലരും ആരാധിക്കുന്നു. ഇപ്പോഴുള്ള ആരാധനകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. अभी की आराधना में मैंने ध्यान दिया, അവര് പാട്ട് പാടി ആരാധിച്ച് അവര് ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നെ എന്താ പറയുന്നത്, അവര് പരിസരം മുഴുവൻ മറന്നു പോവുകയാണ്. जो गाना के शुरुआत में जब पवित्र आत्मा में भरने के बाद वो जो है अपने परिस्थिति को आस पड़ोस को भी भूल जाते हैं। നമ്മൾ പരിസരം മറക്കത്തില്ല. हम परिस्थिति को नहीं भूल जाते। വ്യക്തമായിട്ട് വേദപുസ്തകം പറയുന്നു, परमेश्वर की वचन പ്രവാചകന്റെ ആത്മാവ് പ്രവാചകന് കീഴടങ്ങിയിരിക്കുന്നു. जो भविष्यवाणी करने वाले भविष्यवक्ता की जो आत्मा जो है उनके अधीन रहता है। അപ്പൊ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ പരിസരമെല്ലാം മനസ്സിലാക്കണം. तब हम आराधना करते समय जो हमारे परिस्थिति को समझना है। ചില വലിയ വലിയ മീറ്റിങ്ങുകള് കൺവെൻഷനുകള് ഒക്കെ ഉള്ള ഇടങ്ങളിൽ ഞാൻ പലയിടങ്ങളിലും പോകാറുണ്ട്. मैं बड़े बड़े जो मीटिंग चलने वाले जगहों में मैं जाता हूँ। അവിടെയൊക്കെ ചില പരിജ്ഞാനമില്ലാത്ത സഭകളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ പരിജ്ഞാനമില്ലാത്ത ശുശ്രൂഷകന്മാര് നയിക്കുന്ന സഭകളിൽ വരുന്ന വിശ്വാസികളെ കാണാൻ കഴിയും. वहाँ में हम देख सकते हैं कि ऐसे लोगों को जो सही ढंग से कलीसिया ना चलाने वाले लोगों के अगुवाई में चलने वाले लोगों को देख सकते हैं। അവരെ അടുത്ത് നിൽക്കുന്നവരെല്ലാം അടിച്ച് താഴെ ഇട്ട് ഉരുട്ടി തള്ളി തെറിച്ച് തൊഴിച്ച് എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയോ ആരാധിക്കുമ്പോൾ കാണിക്കുന്നത്. वो अगल बगल में खड़े होने वाले हर एक लोगों को धक्का मार के गिरा के ऐसे आराधना करते हैं। ദൈവത്തിന്റെ ആത്മാവ് സൗമ്യതയുടെ ആത്മാവാണ്, കലഹത്തിന്റെ ആത്മാവല്ല. परमेश्वर की आत्मा जो है शांत स्वभाव की है, वो कोई लड़ाई झगड़ा करने वाले आत्मा नहीं है। ഡീസൻസി ആത്മാവാണ്. वो बड़े आदर करके या बड़े डिसेंसी रखने वाले എല്ലാം आत्मा है। ചന്തവും ഉചിതവുമായാണ് ദൈവസഭയിൽ നടക്കുന്നത്. वो सब कुछ सही ढंग से चलाने അല്ലാതെ ഉരുണ്ട് വരണ്ട് പരിസരം മറന്ന് അങ്ങനെയല്ല. ये ऐसे जो उल्टा सीधा काम करते हुए नहीं। നാം ഒരുപക്ഷെ ഡിസ്പ്ലേയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ടിൽ കാണിക്കുന്ന പാട്ടുകൾ നമ്മൾ കാണുന്നു, പാടുന്നു, നാം ആത്മാവിന്റെ ശക്തി പ്രാപിക്കുന്നു. हम जो आगे हमारे आगे दिखाई देने वाले गानों को गाते हैं, आदमी उस അഭിഷേകം ഭരത്തെ हैं। നമ്മൾ എത്ര ആത്മാവിൽ നിറഞ്ഞാലും നമ്മുടെ പരിസരം ബുദ്ധി പരിസരത്തിന്റെ ആ എന്താ പറയുന്നത് ആ സെൻസിബിലിറ്റി നമ്മളെ വിട്ടു പോകുന്നില്ല. പരിസരത്തെ നമ്മൾ മനസ്സിലാക്കണം. जितने भी आत्मा में हम भर जाए तो भी हमारे परिस्थिति को हमारे आस पड़ोस को हमें समझना है। നമുക്ക് അടുത്ത് നിൽക്കുന്ന ആരാണ് നമ്മൾ മനസ്സിലാക്കണം. हमारे बगल में कौन है करके मैं ഒരുപക്ഷെ ഒരു समझना है। കൊച്ചു കുഞ്ഞാണ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നു വിചാരിച്ചുകൊള്ളുക. आपके बगल में अगर एक छोटा बच्चा खड़ा है तो നിങ്ങളെ ചാടി കുതിച്ച് തുള്ളി ആ കൊച്ചിന്റെ ദേഹത്തേക്ക് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? आप उछल कूद करके आराधना करके उनके ऊपर गिरेगा तो क्या होगा? പരിശുദ്ധാത്മാവ് പറഞ്ഞില്ല നിങ്ങൾ കൊച്ചിനെ ചവിട്ടി അതിന്റെ പുറത്ത് കയറി ചാടണമെന്ന്. पवित्र आत्मा ने कभी आपको समझाया नहीं कि वो उछल कूद ദൈവം നമുക്ക് പരിജ്ഞാനവും ബുദ്ധിയും വിവേകവും തരുന്നുണ്ട്. परमेश्वर हमें बुद्धि और ज्ञान देता है। നിങ്ങൾക്ക് നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നിന്ന് ഇരുന്നുകൊണ്ട് തന്നെ പരിപൂർണമായ ആത്മാവിൽ നിറയുകയും ആരാധിക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. आप जहाँ पे बैठे हैं या खड़े हैं वहाँ पे आप पूरी तरह पवित्र आत्मा की अगुवाई में आप आराधना कर सकते നിങ്ങൾ हैं। ചുറ്റുപാടുകളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരാധിക്കുവാൻ കഴിയും. आप परिस्थितियों को समझते हुए आराधना कर सकते हैं। അതേ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുവാനും കഴിയും. उसी समय आप पवित्र आत्मा के साथ कनेक्टिविटी भी रह सकते हैं। അങ്ങനെ ഈ ദൈവിക നിയമപ്രകാരം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരിലോട്ട് മാത്രമേ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യത്തുള്ളൂ, വ്യാഖ്യാനപരം പകരത്തുള്ളൂ. ऐसे पवित्र आत्मा की अगुवाई में चलने वाले लोगों के अंदर ही परमेश्वर ये विवरण की भाषा के विवरण की आत्मा डालते हैं। ദൈവം ചുമ്മാ എന്താ പറയുന്നത് ഒരു അടച്ചുകെട്ടില്ലാത്ത അല്ലെങ്കിൽ ജീവിത ശൈലിക്ക് ജീവിതത്തിനൊരു ഒരു ടൈം ടേബിൾ ഇല്ലാത്തവർക്ക് ദൈവിക കൃപാവരങ്ങൾ കൊടുക്കത്തില്ല. परमेश्वर कभी ऐसे लोगों के अंदर ऐसा वरदान नहीं डालेगा जो परमेश्वर की
हिसाब से या सही ढंग से नहीं चलने वाला हो। അങ്ങനെ ഉള്ളവർക്ക് കൃപാവരം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ഒരു ടൈം ടേബിൾ ഇല്ലാത്തവർക്ക് കൃപാവരം ഉണ്ടെങ്കിൽ അത് ദൈവം കൊടുത്ത കൃപാവരമായിരിക്കത്തില്ല. अगर ऐसे सही ढंग से जीने वाले लोगों के अंदर ऐसा कोई वरदान है तो वो परमेश्वर के वहां से आया हुआ वरदान नहीं होगा। അതുകൊണ്ട് നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ദൈവം പറയുന്നത് പോലെ ഡീസന്റ് ആയിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വരികിൽ നിങ്ങൾ ആരാധിക്കുമ്പോൾ തന്നെ നിങ്ങളെ പരിശുദ്ധാത്മാവിലേക്ക് നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ കഴിയും. तो अगर सही ढंग से आप आराधना कर रहे हो या परमेश्वर की बातों को सुन रहे हो या परमेश्वर की पवित्र आत्मा से कनेक्टिविटी रख रहे हो तो आप सही ढंग से ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് അന്യഭാഷയിൽ കൂടെ ആ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്ന ഒരു ദൂത് കൊടുക്കുകയാണെന്ന് വിചാരിച്ചുകൊള്ളുക. एक व्यक्ति के द्वारा परमेश्वर उस कलीसिया के लिए कोई दूध दे रहा है. അത് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്ന ആള് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാള് ഇപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കാൻ പോവുകയാണ് എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. पवित्र आत्मा आपको प्रकट करके दिखाएगा कि अभी कोई ऐसे भविष्यवाणी देने जा रहा है. അത് അതിനുശേഷം അവരെ പറഞ്ഞു നിർത്തിയതിനു ശേഷം ദൈവാത്മാവ് നിന്നെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ നിനക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയും. उनके बोलने के बाद अगर पवित्र आत्मा आपको अगुवाई कर रहे हैं उसका मतलब बताने के लिए तो आप कर सकते हैं. ഈ വ്യാഖ്യാനപരത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതും വിശ്വാസത്താലാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. ये जो भाषा का जो विवरण का वरदान जो है वो भी आपके विश्वास के द्वारा ही प्रकट होता है. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ട്രാൻസ്ലേറ്റ് ചെയ്യുകയല്ല. എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ സഭയോടങ്ങ് വിളിച്ചു പറയുകയല്ല. ആരെങ്കിലും അന്യഭാഷ പറഞ്ഞു ഞാൻ വ്യാഖ്യാനിക്കാന്ന് പറഞ്ഞ് എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ സഭയോട് വിളിച്ചു പറയുകയല്ല. ये कोई परिभाषा नहीं है. मैं अपने मन की बातें नहीं बता रहे आपको. ഇത് വിശ്വാസത്താൽ നാം വാ തുറക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് ആ ദൈവീയ മർമ്മങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ये जब हम अपने मुंह खोलेंगे तो पवित्र आत्मा में दिखाता है बताता है आगे क्या बोलना है. ഹല്ലേലൂയ. അത് നിങ്ങൾ സ്വാഭാവികമായി ശക്തമായും വ്യക്തമായും മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക നിലയിലും നിങ്ങൾ സംസാരിക്കണം. ये जो परमेश्वर की पवित्र आत्मा बताने वाली बात जो साफ विधि से सही ढंग से आप दूसरों को समझाना है. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവിന് അപ്പുറത്ത് നിങ്ങൾ സംസാരിക്കരുത്. रोमियो की किताब उसका 12 का 6वें आयत में जैसे लिखा है आप अपने विश्वास से बढ़कर बातें मत करना. ആമേൻ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ उसका मतलब क्या है? ദൈവം തരുന്ന വാക്കുകൾ അത് 1-2 ആണെങ്കിൽ അതോടെ നിർത്തിക്കൊള്ളണം. और परमेश्वर ने अगर आपको 1 या 2 बातें दिया तो बस उतना ही बोलना है. നിങ്ങൾ പറഞ്ഞതിന് പിന്നെ നിങ്ങൾ കൽപ്പിക്കുന്ന അർത്ഥങ്ങളോ വ്യാഖ്യാനങ്ങളോ കൊടുത്ത് അതിനെ വർദ്ധിപ്പിക്കുവാനോ അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ മനസ്സിലാക്കി തരുവാനോ ചെയ്യരുത്. അത് കുളമാകും. परमेश्वर के बताए हुए बातों से ज्यादा आप अपने मन के अनुसार अपनी इच्छा के अनुसार उसमें बातें डाल के उसको बढ़ाना नहीं है. അല്ല, പരിശുദ്ധാത്മാവിന് ഒഴുകുവാനുള്ള ഒരു നീർച്ചാലായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ തുറന്നു കൊടുക്കണം. पवित्र आत्मा को चलने का पवित्र आत्मा की इच्छा को दूसरों को बताने लायक एक रास्ता आपको अपने मन के अंदर നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുക എന്നുള്ളതല്ല അല്ല വ്യാഖ്യാനം. वो आप अपनी बुद्धि के अनुसार बातें नहीं बता. നമ്മുടെ അപ്പോസ്തല പ്രവർത്തിക്കാത്ത 2-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ കണ്ടതുപോലെ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ വാക്കുകളാണ് അന്യഭാഷയിൽ കൂടെ വെളിപ്പെട്ടത് സഭയ്ക്ക്. जैसे हम प्रेरितों की किताब उसका 2 का 11 में जैसे पढ़ा है पवित्र परमेश्वर की बातें जो है वो कलीसिया के द्वारा प्रकट हुआ. അപ്പൊ അത് അതുപോലെ തന്നെ വ്യാഖ്യാനിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതുപോലെ തന്നെ കമന്റ് ചെയ്യുകയാണ് വ്യാഖ്യാതാവ് ചെയ്യുന്നത്. वो वैसे जैसे परमेश्वर ने बताया या पवित्र आत्मा ने आपको बताने के लिए कहा वैसे ही बताना वो है भाषा का विवरण. എന്താണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് വ്യാഖ്യാനിക്കുവാൻ പറഞ്ഞിരിക്കുന്നതോ ആ വ്യാഖ്യാനിക്കാൻ പറഞ്ഞിരിക്കുന്ന അത്രയും ഭാഗങ്ങൾ മാത്രം ആ പർട്ടിക്കുലർ ഭാഗങ്ങൾ മാത്രം പറയുക. पवित्र आत्मा ने आपको जो अगुवाई दिया है जो आपको आज्ञा दिया है उतना ही आप बातें അതിനെ എലാബറേറ്റ് ചെയ്യരുത്. उसको आप बढ़ाना नहीं. അതിന് നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ചിന്തകളോ ആശയങ്ങളോ അല്ലെങ്കിൽ ഉദ്ദേശങ്ങളോ ഒന്നും അതിനകത്ത് മിക്സ് ചെയ്യരുത്. वो अपने इच्छा के मन की इच्छा के अनुसार या सोच विचार के अनुसार उसमें बातें बढ़ाना नहीं है. ദൈവം പറഞ്ഞത് ഒരു വാക്കോ 2 വാക്കോ ഒരു 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 ഫ്രേസോ ആണെങ്കിൽ അത്രയും പറയുക. परमेश्वर ने आपको जो बात कहा है चाहे वो एक वेड होगा या एक लाइन होगा जो भी है वो परमेश्वर ने आपको जो बोला उतना ही बोलो. ഇനി ഈ അന്യഭാഷ വ്യാഖ്യാനത്തിനുള്ള ഒരു പ്രത്യേകത കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. इस भाषा विवरण के अंदर का खासियत में आपको बता रहा हूं. ചിലപ്പോൾ അന്യഭാഷ പറയുന്ന വ്യക്തി 1-2 മിനിറ്റ് ദീർഘമായി പറഞ്ഞിരിക്കാം.
जो अन्य भाषा बोलने वाला व्यक्ति जो है वो 1-2 मिनट जो आगे बढ़ा के बात किया होगा। പക്ഷെ നിങ്ങൾക്ക് വ്യാഖ്യാനം ലഭിക്കുമ്പോൾ ചിലപ്പോൾ 2 വേർഡ് മാത്രമേ ഉള്ളായിരിക്കും അതിന്റെ വ്യാഖ്യാനം. लेकिन आप जब मतलब बता रहे होंगे या विवरण दे रहे होंगे तो आपको खाली 2 वचन मिला होगा। എന്നാൽ അതേ സമയത്ത് അന്യഭാഷ പറയുന്ന വ്യക്തി 2 വാക്ക് പറഞ്ഞിരിക്കാം. उसी समय जो अन्य भाषा बोलने वाले व्यक्ति 2 बातें बोला होगा। എന്നാൽ ഒരു ഖണ്ഡിക മുഴുവൻ പറയുവാനുള്ള വ്യാഖ്യാനം നിങ്ങൾക്ക് ലഭിച്ചെന്നിരിക്കാം. लेकिन एक पूरा चैप्टर बताने लायक एक आपको उसका विवरण मिला होगा। അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ട്രാൻസ്ലേഷൻ അല്ല, ഇത് ദൈവത്തിൽ നിന്നും തരപ്പെടുന്ന ഒരു വെളിപ്പാടാണ്. ഒരു വെളിപ്പാടിൽ കൂടെ വിശ്വാസത്തിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മണ്ഡലമാണ്. इसलिए मैंने आपको पहले बोल दिया ये कोई परिभाषा की बात नहीं है, परमेश्वर से मिलने वाला एक വിവരണം है ये। ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് വ്യാഖ്യാനം പറഞ്ഞതിന് ശേഷം അതിനെ വീണ്ടും പരിഭാഷപ്പെടുത്തരുത്, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കരുത്, അതിനെ എലാബറേറ്റ് ചെയ്യരുത്. इसलिए वो भाषा जो मिलने के बाद जो आप अपने इच्छा के अनुसार उसको बढ़ाना या घटाना नहीं है। ആമേൻ, ഹല്ലേലൂയ. എന്താണോ പരിശുദ്ധാത്മാ അവരോട് സംസാരിച്ചത്, സഭയോട് സംസാരിച്ചത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് സംസാരിച്ചത്, അതിൽ അവർക്ക് ദൈവം നൽകിയിരിക്കുന്നതായ ആശ്വാസമോ ആഹ്വാനമോ അവർക്ക് ലഭിക്കാൻ തക്കവണ്ണമായി അവരെ ദൈവങ്ങളിൽ ഫലമേൽപ്പിക്കണം. अगर कलीसिया के लिए होगा, शायद एक व्यक्ति के लिए होगा या देश के लिए होगा, जो भी हो, किसी के लिए भी परमेश्वर ने आपको उनको बोलने के लिए जो दिया हुआ जो बात है या तसल्ली का जो भी बात है वो उतना ही बताना है। നമ്മുടെയൊക്കെ വിചാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ ആശ്വസിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ഒരു വാക്ക് പറയുകയാണെങ്കിൽ हम अपने जीवन के अंदर देख सकते हैं कि किसी को एक व्यक्ति को तसल्ली देने के लिए परमेश्वर कोई बातें कहते हैं। നാം വിചാരിക്കുന്നത് ഒത്തിരി വാക്കുകൾ പറഞ്ഞ് യോ ബ്രദറെ അങ്ങനെയാ ഇങ്ങനെയാ മറ്റേതാ മനുഷ്യനൊക്കെയും പറഞ്ഞ് അങ്ങനെ അങ്ങ് മക്കനടിച്ച് സോപ്പ് ചെയ്താലേ അദ്ദേഹം ആശ്വസിക്കത്തുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. हम लोग समझते हैं कि बहुत सारी बातें बोल के उनसे बातें करूं तब उनको तसल्ली मिलता है। അതാണ് ഏറ്റവും വലിയ തെറ്റ്. वो बहुत गलत बात है। ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഒറ്റ വാക്കിന് ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. परमेश्वर से मुंह से निकलने वाले एक बात पे एक व्यक्ति तसल्ली पूरी तरह शांति पा सकता है। അതല്ലായിരുന്നു ആ സഹസ്രാധിപൻ യേശുവിനോട് പറഞ്ഞു, കർത്താവേ അങ്ങയുടെ വീട്ടിൽ അകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്റെ ബാല്യക്കാരൻ സൗഖ്യമാകും. इसलिए वो जो झुंड के जो व्यक्ति जो है परमेश्वर से यीशु से कहा है कि आप मेरे घर में आने के लिए मैं योग्य नहीं हूँ, अगर आप एक बात बोले तो मेरा सेवक जो है चंगा हो जाएगा। ആമേൻ, ഹല്ലേലൂയ. ഒരു വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഇത് കൈകാര്യം. इसलिए हमें बहुत तसल्ली के साथ उसका उपयोग करना है। പക്ഷെ ഇന്നുള്ള സഭകളിൽ ഇതൊന്നും ഇല്ല. അതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു കാര്യം. लेकिन आजकल की कलीसिया में ये सब बातें नहीं है। അവർ വരുന്നു, പാടുന്നു, ആരാധിക്കുന്നു, വചനം കേൾക്കുന്നു, എക്സോർട്ടേഷൻ ചെയ്യുന്ന വചനങ്ങൾ മാത്രം കേൾക്കുന്നവർ കടന്നു പോകുന്നു. आजकल कलीसिया में ये ऐसे होता है कि लोग आ रहे, प्रार्थना कर रहे, आराधना कर रहे और वचन सुनते, एक्सोर्टेशन की बातें सुन के चले जाते हैं। സഭകളിൽ ക്വാളിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഇല്ല. कलीसिया के अंदर लोग तो बहुत झुंड तो बहुत ज्यादा है, लेकिन उसके अंदर अच्छे स्वभाव के अच्छे बातों वाले लोग नहीं है। ഇവിടെ ഒരു കാര്യം ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. मैं यहाँ एक बात आपको बता रहा हूँ। ഈ അന്യഭാഷയും അന്യഭാഷയുടെ വ്യാഖ്യാനവും നടക്കുമ്പോൾ തന്നെ ये जो भाषा के विवरण होते समय ദൈവീയ അഭിഷേകം, രാജകീയ അഭിഷേകം പ്രാപിച്ചവർ വീണ്ടും അവിടെ ഉണ്ടെങ്കിൽ परमेश्वर की इस वरदान पाए हुए लोग वहाँ पे है तो അവരതിനെ വിവേചിക്കും. നിങ്ങൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. वहाँ पे लोग आपको परखेंगे। വിവേചന കൃപാവരമുള്ളവർ സഭയിൽ ഉണ്ടെങ്കിൽ അവർ വിവേചിക്കാൻ ഇടയാവും. वहाँ पे परखने वाली आत्मा जो वरदान जो पाए हुए लोग हैं वो आपको परखेगा। അപ്പോൾ അവർക്ക് മനസ്സിലാകും അത് ദൈവാത്മാവിൽ നിന്ന് വന്നതാണോ അതോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നൽകിയതാണോ അല്ലാത്തതാണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് आपको पता चल जाएगा ये परमेश्वर की ओर से है कि आप अपने खुद की ओर से बोल रहे हैं। 14-29 വാക്യം നമുക്കൊന്ന് വായിക്കാം. पहला कोरिन्थियों उसका 14 का 29 को पढ़ेंगे। പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. भविष्यवक्ता में से 2 या 3 बोले और शेष लोग उनके वचन को परखे। അപ്പോൾ ശ്രദ്ധിക്കണമേ, ഈ വ്യാഖ്യാനപരവും അന്യഭാഷയും വ്യാഖ്യാനപരവും ലഭിക്കുമ്പോൾ जब ये अन्य भाषा और उसके विवरण का या मतलब बताने का वरदान जब आपको मिलता അതിനെ है, വിവേചിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. उसको परखने का बहुत ज्यादा ഇത് जरूरी है। ദൈവാത്മാവിൽ നിന്ന് തന്നെയാണോ ये परमेश्वर की ओर से है അതോ ഇത് ദുരാത്മാവിൽ നിന്നാണോ? या दुष्टात्मा से है, കാരണം പിശാച് നല്ലതുപോലെ കബളിപ്പിക്കും. क्योंकि शैतान आपको धोखा दे सकता है। പിശാച് പല രീതികളിലും വന്ന് നമ്മളെ നഷ്ടപ്പെടുത്തി കളയുവാൻ, ഇല്ലായ്മയാക്കി കളയുവാനുള്ള എല്ലാ തന്ത്രങ്ങളും പ്രയോഗിക്കും. क्योंकि शैतान हर तरह से कोशिश करेगा कि आपको खत्म करे। അതിനെ ഏറ്റവും കൂടുതൽ ആത്മീയ മണ്ഡലത്തിൽ എടുത്ത് ഉപയോഗിക്കുന്നവരാണ് ദീർഘദർശികൾ അല്ലെങ്കിൽ പ്രവാചകന്മാർ.
उसी के हमें खत्म करने के लिए, नाश करने के लिए उपयोग करने, ज्यादातर उपयोग करने वाले लोग हैं कि परमेश्वर की ओर से आते हैं करके बोलने वाले भविष्यवक्ता। അതുകൊണ്ട് വ്യാഖ്യാനപരമുണ്ടെങ്കിൽ, ഭാഷാപരമുണ്ടെങ്കിലും വ്യാഖ്യാനപരമുണ്ടെങ്കിലും, ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന പ്രവചനപരമുണ്ടെങ്കിലും ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു, അത് സംസാരിക്കുമ്പോൾ വിവേചന വരമുള്ളവർ അതിനെ വിവേചിച്ചിരിക്കണം. कोई भी वरदान पाया हुआ लोग हो, लेकिन आपके अंदर एक परखने की आत्मा नहीं है तो वो व्यर्थ है। അതില്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു. अगर ये परखने की उस वरदान अगर आपके अंदर नहीं है तो आपको ये नहीं पता चलेगा कि शैतान का आत्मा से या दुष्ट आत्मा से वो बात कर रहे हैं करके। സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു. क्योंकि हम वचन में पढ़ते हैं शैतान में दुष्ट आत्मा भी जो परमेश्वर की मतलब रोशनी के उस दूत का उस कपड़े पहन के आते हैं എന്ന് പറഞ്ഞാൽ ദൈവം സംസാരിക്കുന്നത് പോലെ, ദൈവം പ്രവർത്തിക്കുന്നത് പോലെ, ദൈവം പറയുന്നത് പോലെ അവൻ പറഞ്ഞു കാണിക്കും. इसका मतलब है कि शैतान उसका रूप लेके आता है कि मतलब परमेश्वर जैसे बोलता है वैसे बोलेगा, परमेश्वर जैसे बताने के लिए वैसे ही आपको बता के सुनाएगा. നമ്മളെ വഞ്ചിക്കപ്പെടും. हम उसमें അതുകൊണ്ട് ഈ കൃപാവരങ്ങൾ, ഈ 3 കൃപാവരങ്ങളും, ഭാഷകളും വ്യാഖ്യാനവും ഇനി കാണാൻ പോകുന്ന പ്രവചന കൃപാവരങ്ങളും പറയുമ്പോൾ വ്യാഖ്യാനം വിവേചനം വളരെ അത്യാവശ്യമാണ്. इसलिए सारी बातें जब आप सुनते हैं कि तब आपको ये परखने की आत्मा की जरूरत है. ഈ വിവേചന കൃപാവരം ഇല്ലാത്തതുകൊണ്ട് അനേക സഭകൾ നശിച്ചു പോയിട്ടുണ്ട്. इस परखने की जो आत्मा वरदान जिनके अंदर नहीं, इसलिए बहुत सारे कलीसियां नाश हो गए. അതിന്റെ ലക്ഷ്യം തെറ്റിപ്പോയിട്ടുണ്ട്. उनका जो आगे का जो लक्ष्य जो है खत्म हो गया. സഭകൾ അതിന്റെ ആത്മീയ തായ്വേര് പോയിട്ടുണ്ട് സഭകളുടേത്. उसका आत्मिक का जो जड़ जो मदर रूट जो खत्म हो गया. പാസ്റ്റർമാരും സഭാ വിശ്വാസികളും ജഡികന്മാരായി മാറിയിട്ടുണ്ട്. कलीसिया के जो लोग और वहाँ के पासवान जो है वो शारीरिक या दुनियादारी की जिंदगी जी रहा है. അതുകൊണ്ട് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. इसलिए आपको ये ध्यान देना जरूरी है. ഇനി ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടന്നു പോട്ടെ. अब मैं दूसरे आगे बढ़ रहा हूँ. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാണ്. पहला कोरिन्थियोस का 12 का 10. അവിടെ തന്നെയാണ് ഈ വരങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞിരിക്കുന്നത്. वहाँ पे ये पूरे अध्याय में वरदानों के അടുത്ത बारे നമ്മൾ में ശ്രദ്ധിക്കാൻ बताया പോകുന്ന ഭാഷകളുടെ വരത്തിലെ പ്രധാനപ്പെട്ട വരമാണ് പ്രവചന വരം. दूसरा है कि भविष्यवाणी का वरदान. ഇത് പറയുമ്പോൾ നമുക്ക് അല്പം കൺഫ്യൂഷൻ ഉണ്ടാകും. हम यहाँ पे थोड़ा धोखा खा सकते हैं. ഞാൻ അവിടെ ഒന്ന് നിർത്തി നിങ്ങളോടൊന്ന് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. मैं आपको यहाँ पे थोड़ा रुक के बताना चाहता ശ്രദ്ധിക്കണം, हूँ. അന്യഭാഷയും വ്യാഖ്യാനവും പ്രവചനമല്ല. അന്യഭാഷയും വ്യാഖ്യാനവും പ്രവചനമല്ല. अन्य भाषा और उसका मतलब बताना ये कोई भविष्यवाणी नहीं है. ആമേൻ. അത് വളരെ ശ്രദ്ധിക്കണം. അന്യഭാഷയും വ്യാഖ്യാനവും പ്രവചനമല്ല. अन्य भाषा और उसका मतलब बताना भविष्यवाणी नहीं है. പക്ഷെ നമ്മൾ ഇന്ന് സഭകളിൽ കണ്ടിരിക്കുന്നത് ഒരു ദീർഘദർശി കടന്നു, അല്ലെങ്കിൽ ഒരു പ്രവാചകൻ കടന്നു വരുന്നു, അന്യഭാഷ പറഞ്ഞിട്ട് അദ്ദേഹം അതിന്റെ വ്യാഖ്യാനം പറയുന്നത് പോലെ പറയുന്നു. അതിനെയാണ് പ്രവചനമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. आजकल हम कलीसिया में देखते हैं कि कोई भविष्यवक्ता आता है, वो अन्य भाषा में पहले बात करते हैं, उसके बाद उसका मतलब बताते हैं, वो उसको हम भविष्यवाणी समझते हैं. പൗലോസ് പറയുന്നത് പോലെ കൃപാവരങ്ങളെ കുറിച്ചുള്ള ശരിയായ അറിവില്ലാത്തത് കൊണ്ടാണ് ജനം അതിനകത്ത് പെട്ടുപോകുന്നത്. जैसे पौल कहता है कि अन्य भाषा के बारे में या उनके वरदानों के बारे में लोग सही ढंग से जानते ही नहीं है, इसलिए वो उसमें फंसे हुए हैं. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മനസ്സിലാക്കണം. അന്യഭാഷയും വ്യാഖ്യാനവും വേറെയും പ്രവചനം വേറെയുമാണ്. इसलिए हमें इसको अच्छी तरह समझना है कि अन्य भाषा क्या है, उसका मतलब बताना क्या है और भविष्यवाणी क्या है. പ്രവചനത്തെ ലളിതമായിട്ട് ഒന്ന് പരിഭാഷപ്പെടുത്തി തന്നാൽ, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ചെയ്തു തന്നാൽ, भविष्यवाणी को अगर मैं मतलब बताऊं, ദൈവശ്വാസീയമായിരിക്കുന്ന വാക്കുകൾ പറയുക എന്നുള്ളതാണ്. परमेश्वर की तरफ से बोले हुए बातों को बोलना. ഹല്ലേലൂയ. ഇത് നമ്മൾ എല്ലാവരും ചെയ്യും. ഇത് സഭയിലെ പാസ്റ്ററും അല്ലെങ്കിൽ വിശ്വാസികളും എല്ലാവരും ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു വാക്കുകളോ ഒരു 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 ഫ്രേസോ എന്തെങ്കിലും ആരെങ്കിലും തീർച്ചയായിട്ടും സംസാരിക്കും. ये हर एक कलीसिया में होता है, या कलीसिया के विश्वासी लोग या पासवान लोग, कोई भी हो, हर एक लोग जो है इसमें भागीदारी हो. 1 കൊരിന്ത്യർ അതിന്റെ 14:31 എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരായി പ്രവചിക്കാമല്ലോ. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമല്ല. ഇതാണ് ഞാൻ ആദ്യത്തെ പ്രാരംഭത്തിലെ പറഞ്ഞത്. 14 का 31 पढ़ रही हूँ. क्योंकि तुम सब एक एक करके भविष्यवाणी कर सकते हो, ताकि सब सीखे और सब शांति पाए. और भविष्यवक्ताओं की आत्मा भविष्यवक्ताओं के वश में है,
क्योंकि परमेश्वर गड़बड़ी का नहीं परंतु शांति का करता है। ഒരുപക്ഷെ ആ സഭയില് പലരും പ്രവചിക്കുന്നവരുണ്ടെങ്കിൽ इस कलीसिया के अंदर बहुत सारे लोग भविष्यवाणी करने ആ वाले हैं। പ്രവചിക്കുന്നവർക്ക് ഇവിടെ പറയുന്നത് ഓരോരുത്തർക്കായി പ്രവചിക്കാമല്ലോ. वहाँ में बोला है कि हर एक व्यक्ति अपने अपने समय में बोल सकते हैं। പൗലോസ് ഇത് സംസാരിക്കുന്നത് കൊരിന്ത്യ സഭയോടാണ്. पौल ये बातें करते हैं कि कुरिन्थिया के कलीसिया के കൊരിന്ത്യ സഭയെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് ആഴമായിട്ട് പഠിക്കുകയാണെങ്കിൽ कुरिन्थिया के कलीसिया के बारे में अगर हम गहराई से ഒരു सीखें, കൃപാവരത്തിലും കുറവില്ലാത്തവരെ ഒരു സഭയായിരുന്നു കൊരിന്ത്യ സഭ. ये कलीसिया जो है हर एक वरदानों से भरे हुए थे। നവകൃപാവരങ്ങളും 9 वरदान, അതിനുശേഷമുള്ളതായിരിക്കുന്ന ബാക്കിയുള്ള എല്ലാ കൃപാവരങ്ങളും നിറഞ്ഞ ഒരു സഭയായിരുന്നു കൊരിന്ത്യ സഭ. उसके आगे जितने भी वरदान है वो सारे वरदानों से भरे हुए लोग थे। അതുകൊണ്ടാണ് പൗലോസ് ഈ ലേഖനം കൊരിന്ത്യ ലേഖനം 1-2 ലേഖനങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ इसलिए पौल ने यहाँ पे एक वो लिखने का, इस पत्र लिखने का खास बात क्या है, അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്. वहाँ पे कोई गलत फहमी ना हो। സഭയ്ക്ക് എല്ലാം ഒരു 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 ഒഴുങ്ക് വേണം. അതിനൊരു എന്താ പറയുന്നത്, അതിന്റെ ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. ये कलीसिया के अंदर एक रीति रिवाज होना चाहिए। വ്യാഖ്യാനിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി അന്യഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി അന്യഭാഷ സംസാരിച്ചതിന് ശേഷം അതിനെ ഗ്രഹിച്ചതിന് ശേഷം മാത്രമേ വ്യാഖ്യാനിക്കുന്ന വ്യക്തി വ്യാഖ്യാനിക്കാവുള്ളൂ. ये कलीसिया के अंदर वो अन्य भाषा बोलने वाला व्यक्ति है तो वो बोल के खत्म करने के बाद उसको समझते हुए दूसरे जो उसका विवरण देने वाले व्यक्ति बोलना चाहिए। പ്രവചിക്കുന്നവർ ഉണ്ടെങ്കിൽ 3-4-5 പേരുണ്ടെങ്കിൽ എല്ലാവരും ഒരേ സമയത്ത് പ്രവചിക്കരുത്. अगर भविष्यवाणी देने वाले बहुत सारे लोग हैं या 4-5 लोग हैं तो वो एक समय में नहीं बोलना കൊരിന്ത്യ चाहिए। സഭയിൽ അനേക പ്രവാചകന്മാരുണ്ടായിരുന്നു, क्योंकि कलीसिया के अंदर बहुत सारे അനേക വ്യാഖ്യാതാക്കൾ ഉണ്ടായിരുന്നു, बहुत सारे विवरण देने അനേക वाले थे। വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരും രോഗശാന്തി വരങ്ങളുള്ളവരും ഉണ്ടായിരുന്നു. बहुत सारे बड़े बड़े काम करने वाले या चंगाई की आत्मा पाए हुए लोग थे। അവര് തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പൗലോസിനെ പ്രേരിപ്പിക്കുകയാണ്, എല്ലാം ചന്തവും ഉചിതവുമായി ചെയ്യണം. ये सारे लोगों के अंदर एक भेड़ ना होने चाहिए, मतलब एक आपस में लड़ाई ना चले, इसलिए बोला है कि सही ढंग से कलीसिया चलना चाहिए। ഇവിടെ പറയുകയാണ്, പ്രവാചകന്മാർക്ക് ദൈവം പ്രവാചകന് പല കാര്യങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ, പ്രവചനത്തെ കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രവാചകനെ ഇൻസ്പയർ ചെയ്യുകയാണെങ്കിൽ സംസാരിക്കാൻ और एक भविष्यवक्ता के अंदर ऐसे उत्तेजना मिलती है कि बोलने के लिए 3-4-5 പേര് പ്രവാചകന്മാരുണ്ടെങ്കിൽ ഒരാൾ പറയുന്നതിനിടയ്ക്ക് വേറൊരാൾ കയറി പറഞ്ഞാൽ, ഒരാൾ നിർത്തി ഒരു ശ്വാസം എടുക്കുന്നിടത്ത് അടുത്ത ആൾ ചാടി കയറി പറഞ്ഞ, അങ്ങനെ ഒരു 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 എന്താ പറയുന്നത്, ഒരു ഒരു ഒഴുങ്ങില്ലാത്ത അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ആയിരിക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാകരുത്. वहाँ पे बोला है कि अगर एक से ज्यादा लोग वहाँ पे बोलने के लिए है तो वो एक जैसा ना बोले, इकट्ठे ना बोले, मतलब एक बोलते खत्म करने के तुरंत बाद शुरू ना करे, ऐसे सारे बातें बोला है। ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അന്യഭാഷയും വ്യാഖ്യാനവും അല്ല പ്രവചനം. मैंने पहले ही बोल दिया आपको, अन्य भाषा और उसका विवरण नहीं है। വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം വളരെ വ്യത്യാസമാണ്. ഇറ്റ് ഇസ് നോട്ട് എ ഫോർടെല്ലർ, അതൊരു ഫോർടെല്ലർ അല്ല. ये जो परमेश्वर की वचन में बताया हुआ भविष्यवाणी जो है झूठ बोलने वाली बात नहीं है। ഹല്ലേലൂയ. आमीन। ഈ പ്രവചനം എന്ന് പറയുന്നത് ഒരു 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 എന്താ പറയുന്നത്, ഫോർടെല്ലർ അല്ല. അതിനെന്താ പറയുന്നത്, ഭാവിയെ കുറിച്ച് പറയുന്നതല്ല പ്രവചനം വേദപുസ്തകത്തിലെ. हमारे भविष्य के बारे में बताने वाली बात नहीं है भविष्यवाणी। നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും, എനിക്കൊരു കുഞ്ഞുണ്ടാകും, എനിക്ക് വീടുണ്ടാകും, എനിക്ക് കാറുണ്ടാകും, അല്ലെങ്കിൽ എന്നെ ഗൾഫ് രാജ്യങ്ങളിൽ അയക്കും, എന്നെ ഉയർത്തും, ഇങ്ങനെയൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ പ്രവചനമായിട്ട് വിചാരിച്ചിരിക്കുന്നത്. വേദപുസ്തകം പറയുന്ന പ്രവചനം അതല്ല. हम तो भविष्यवाणी के बारे में ऐसे सोच रखे हैं कि हम कल का हमारे जीवन के अंदर क्या होगा, अच्छा परिवार मिलेगा, बच्चे हो जाएगा, या अच्छा नौकरी मिलेगा, या बाहर जाएंगे, ऐसे ये सारी बातों को हम भविष्यवाणी करके समझ सकते हैं। लेकिन परमेश्वर के वचन के अनुसार के भविष्यवाणी ये नहीं है। ദൈവീയ പ്രവചനം എന്ന് പറയുന്നതിനകത്ത് അന്യഭാഷ വരേണ്ട ആവശ്യം വരുന്നില്ല. परमेश्वर की भविष्यवाणी के अंदर अन्य भाषा की जरूरत नहीं है। സഭയ്ക്ക് പ്രവചനം വരുമ്പോൾ അന്യഭാഷ പറഞ്ഞിട്ട് പ്രവചനം പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ പറയത്തില്ല, അത് തെറ്റാണ്. कलीसिया के लिए कोई भविष्यवाणी है तो उसको बोलने के लिए आपको अन्य भाषा बोलने की जरूरत नहीं है। പ്രവചനം ദൈവസഭയ്ക്ക് വരുമ്പോൾ അതിനകത്ത് 3 അടിസ്ഥാന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. जब भविष्यवाणी एक कलीसिया के ऊपर आता है तो उसका एक 3 तरीके का उसका नींव होगा। പ്രധാനപ്പെട്ടത് ടു എഡിഫൈ. सबसे पहले आपको उसको उसका मतलब समझना है। ആത്മീയ വർധനവിന് വേണ്ടി എഡിഫൈ, നമ്മളെ പണിതുയർത്തുവാൻ, കെട്ടിപ്പണിതുയർത്തുവാൻ, ആത്മീയപരമായിട്ട് നമ്മെ വളർത്തുവാൻ ആവശ്യമായിരിക്കുന്ന ആലോചനയായിരിക്കും പ്രവചനത്തിനകത്തുണ്ടായിരിക്കുന്നത്. सबसे पहले जब भविष्यवाणी आता है तो हमें वो एक
अपने आप को बनाने का एक उत्तेजना मिलती है। നമ്മുടെ ബലഹീനതകളെ എടുത്തു കാണിച്ച് वो हमारे कमजोरियों को दिखा के അതിൽ നാം എങ്ങനെ ആയിത്തീരണമെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ് എഡിഫൈ എന്ന് പറയുന്നത്, ആത്മീയപരമായിട്ട് വർധനമുണ്ടാക്കുന്നത്. हमें कैसे अपने आप को बनाना है करके हमें समझाते हैं. നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മളെ നമ്മുടെ ബലഹീനതകളെ എടുത്ത് മനസ്സിലാക്കി തരുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. पवित्र आत्मा में कमजोरियों को समझाएगा, इसका मतलब आप गलत मत समझना. നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു പാപങ്ങളോ അല്ലെങ്കിൽ കുറവുകളോ കുറ്റങ്ങളോ പബ്ലിക്കിൽ എടുത്ത് വിളിച്ചു പറയുമെന്നല്ല അതിന്റെ അർത്ഥം. आपसे आपके द्वारा हुआ कोई गलती या कोई गलत बात जो है दूसरों के सामने बताएगी करके ऐसा नहीं है. പരിശുദ്ധാത്മാവ് ഒരിക്കലും ആരെയും അപമാനിക്കത്തില്ല. पवित्र आत्मा किसी को भी वो कोई गलत बातें दूसरों के सामने नहीं बोलेगा. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ കുറവുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. पवित्र आत्मा आपको ये जरूर बताएगा कि आपके अंदर अगर प्रार्थना की कमी है, നിങ്ങൾക്ക് നിങ്ങളുടെ വചന വായനയിൽ കുറവുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തരും. आपको वचन के पढ़ने का कमी है तो वो दिखाएगा. നിങ്ങൾ അനാവശ്യമായ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അത് മനസ്സിലാക്കി തരും. आप अपने समय को व्यर्थ में उपयोग करते हैं तो वो समझाएगा. അതാണ് എഡിഫൈ. वो है अपने आप को, അതാണ് ആത്മീയ വർധനവിന് വേണ്ടി ദൈവം നമ്മളെ പണിതുയർത്തുന്നത്. ये आत्मिक बढ़ोतरी के लिए परमेश्वर हमें बनाते हैं. അതൊക്കെ ഒന്നുകൂടെ ക്രമീകരിക്കാൻ, പ്രാർത്ഥനാ ജീവിതം ഒന്നുകൂടെ ക്രമീകരിക്കുവാൻ, ദൈവത്തിന്റെ വചന ധ്യാനം ഒന്നുകൂടെ ക്രമീകരിക്കുവാൻ, അല്ലെങ്കിൽ സമയം വൃഥാവാക്കാതെ വണ്ണം ദൈവത്തിൽ ഇരിക്കുകയോ വചനം വായിക്കുകയോ ധ്യാനിക്കുകയോ ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യത്തക്ക നിലകളിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആലോചന നൽകി തരും. ഒന്നാമത്തെ പ്രവചനത്തിന്റെ ഒന്നാമത്തെ പോയിന്റ്. भविष्यवाणी का पहला खास बात यह है कि अपने आप को बनाने का, अपने अंदर की कमी घटियों को निकालने का एक मौका परमेश्वर आपको देगा. രണ്ടാമത്തെ പോയിന്റ് ടു എക്സോർട്ട്, ഉത്തേജിപ്പിക്കുക, ഉദ്ബോധം പ്രാപിക്കുക അല്ലെങ്കിൽ എക്സോർട്ട് ചെയ്യുക. दूसरी बात है अपने अंदर एक उत्तेजना पाना. നമ്മളെ തന്നെ എന്ത് ചെയ്യുക, വെല്ലുവിളിപ്പിക്കത്തക്ക നിലകളിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ അല്ലെങ്കിൽ നമുക്ക് ഒരു വലിയൊരു ഉത്തേജനം ഉണ്ടാകത്തക്ക നിലകളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ തുടങ്ങും വാക്കുകളിൽ കൂടെ. दूसरी बात है कि हमें परमेश्वर के लिए कुछ करने के लिए, परमेश्वर के लिए खड़े होने के लिए हमारे अंदर एक उत्तेजना या उत्तेजित हो जाते हैं. അടുത്തത് ആദ്യം പറഞ്ഞ പോയിന്റുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നതാണ്. तीसरी बात जो है, जो पहले बात बोला वो उसके साथ साथ जुड़ा हुआ ടു बात है. കംഫോർട്ട്, നമ്മളെ ആശ്വസിപ്പിക്കുവാൻ. हमें तसल्ली देते हैं. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറവുള്ള വ്യക്തിയായിരിക്കാം. हम एक बार जो प्रार्थना में कमजोर हो सकते हैं. പരിശുദ്ധാത്മാവ് പറയത്തില്ല നീ ഇത്രയും നാളെ പ്രാർത്ഥിക്കാതിരുന്നുകൊണ്ട് ഞാൻ കണ്ണിന് കുത്തും. पवित्र आत्मा आपको कभी ऐसे नहीं बोलेगा कि तुमने अभी तक प्रार्थना नहीं किया इसलिए मैं तुम्हारी आंखें फोड़ दूंगा. നിന്റെ വീട്ടിലുള്ള കൊച്ചു കുഞ്ഞിനെ കട്ടിലെന്ന് തള്ളി താഴെ ഇടും. मैं तुम्हारे घर के छोटे बच्चों को नीचे गिराऊंगा. നീ പോകുന്ന വഴിക്ക് നിനക്ക് വണ്ടി ആക്സിഡന്റ് ഉണ്ടാകും, നീ താഴെ വീഴും, പ്രാർത്ഥന കുറവുണ്ട്. तुम जाते समय में तुम्हारे गाड़ी को गिरा दूंगा, तुम्हें एक्सीडेंट में डाल दूंगा. ഇങ്ങനെയൊന്നും പരിശുദ്ധാത്മാവ് പറയത്തില്ല. ऐसे कभी पवित्र आत्मा नहीं बोलेगा. ഇങ്ങനെയൊക്കെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വസിച്ചോണം, അത് ദൈവത്തിന്റെ ആത്മാവിലല്ല, അത് അശുദ്ധാത്മാവിന്റെ പ്രവാചകന്മാരാണ്. अगर ऐसे कोई भविष्यवाणी अगर आपको सुनने में आता है तो आप समझिए वो पवित्र आत्मा नहीं, वो दुष्ट आत्मा से प्रेरित होकर. നീ പ്രാർത്ഥനയിൽ കുറവുള്ളവനാണെങ്കിൽ, തിരുവചന വായനയിൽ കുറവുള്ളവനാണെങ്കിൽ, अगर आप प्रार्थना में आपके अंदर कमी घटी है या परमेश्वर के वचन पढ़ने में अगर ദൈവം നിന്നെ ആശ്വസിപ്പിക്കും. परमेश्वर आपको तसल्ली ദൈവ देगा. സ്നേഹത്താൽ നിന്നെ നിറയ്ക്കും. परमेश्वर के प्यार से आपको അവൻ भरेगा. നിന്നെ വശീകരിക്കും. परमेश्वर आपको पास बुलाएगा. പഴയ നിയമത്തിൽ വായിക്കുന്നു, അവളെ വശീകരിച്ചു മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവളോട് സൗമ്യമായി സംസാരിക്കുമെന്ന്. क्योंकि हम परमेश्वर के वचन में पढ़ते हैं वो हमें वश में करके रेगिस्तान में ले जाके हमसे बातें करेगा. എന്ന് പറഞ്ഞാൽ ഏകാന്തതയുടെ സമയങ്ങളിൽ, ഏകാന്തതയുടെ അനുഭവങ്ങളിലേക്ക് നിന്നെ കൊണ്ടുവന്ന് നീ തനിയെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് അല്ലെങ്കിൽ ആശ്വാസദായകനായി ഇറങ്ങി വരും. നിന്റെ കുറവുകളെ അവൻ ക്ഷമിച്ച് നിന്നെ വീണ്ടും ഉത്തേജനമുള്ളവനായി, നിന്നെ ഉത്സാഹമുള്ളവനായി, പ്രാർത്ഥിക്കുവാൻ ഉത്സാഹമുള്ളവനായി, തിരുവചനം വായിക്കുവാൻ ഉത്സാഹമുള്ളവനായി ദൈവാത്മാവ് നിന്റെ മേൽ ശക്തി പകരുവാനിടയാവും. परमेश्वर की पवित्र आत्मा आपको ये तसल्ली देगा कि जब आप अकेले होते हैं, जब आपके अंदर आप परमेश्वर के वचन पढ़ने के लिए, प्रार्थना करने के लिए आपके अंदर आपको इच्छा जगाएगा. ഇതിനു വേണ്ടി ദൈവശ്വാസ്യമായിരിക്കുന്ന വാക്കുകൾ ഏത് വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നു അതാണ് വേദപുസ്തകം പറയുന്ന പ്രവചനം. उसके लिए पवित्र आत्मा के द्वारा आपको जो बातें सिखाता है या भविष्यवाणी देता है वो है परमेश्वर के वचन के आधार करके भविष्यवाणी. ആത്മീയ വർധനയ്ക്ക് അല്ലെങ്കിൽ ടു എഡിഫൈ, आत्मिक बढ़ोतरी के लिए, आपको बनाने के लिए, ഉത്തേജിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ടു എക്സോർട്ട്, उत्तेजना करने के लिए, आपको उत्तेजित करने के लिए, അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്നതിന് ടു കംഫോർട്ട്.
नहीं तो आपको तसल्ली देने के लिए। ആമേൻ ഹല്ലേലൂയ. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ये आपको समझना है। ഇതാണ് വേദപുസ്തകം പറയുന്ന പ്രവചനം. ये परमेश्वर के वचन के आधार की भविष्यवाणी। ഈ പ്രവചനത്തിൽ കൂടെയാണ് ദൈവത്തിന്റെ സഭയെ ദൈവം ആത്മീയപരമായി വളർത്തുന്നത്. इस भविष्यवाणी के द्वारा परमेश्वर अपनी कलीसिया को बढ़ाते हैं। ഇനി ഒരു 2-3 സ്ലൈഡുകളോട് പെട്ടെന്ന് നമുക്ക് നോക്കിയിട്ട് അവസാനിപ്പിക്കാം. നമ്മുടെ സമയം കഴിഞ്ഞെങ്കിലും ഒരു 2-3 മിനിറ്റ്, ഒരു 5 മിനിറ്റ് മാക്സിമം ഞാൻ അവസാനിപ്പിക്കാം. एक दो वचन और बोल के मैं खत्म करूंगा. കാരണം ഇതുമായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഈ ക്ലാസ് എടുത്താലേ മനസ്സിലാകത്തുള്ളൂ. പ്രവചനത്തെ കുറിച്ച് നമ്മുടെ ഇടയിൽ പലവിധത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ട്. भविष्यवाणी के बारे में हमारे अंदर बहुत सारी गलतफहमियां हैं. നിറയെ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് പ്രസംഗവുമായിട്ട് അനേകർ ഇതിനെ കൂട്ടിക്കുഴയ്ക്കാറുണ്ട്. बहुत सारे लोग जो है प्रचार के साथ इसको जोड़ के बताते हैं. അതിൽ പലരും വിചാരിക്കുന്നത് പ്രസംഗിക്കുവാനുള്ള ഒരു കഴിവുമായിട്ട് ചേർന്ന് വരുന്നതാണ് പ്രവചനമെന്ന് വിചാരിക്കാറുണ്ട്. बहुत लोग समझते हैं कि ये एक प्रचार के साथ साथ जुड़ते हुए बोलने वाली बात है. പ്രാർത്ഥനയോടുകൂടിയ ദൈവവചന ധ്യാനത്തിന്റെ ഫലമാണ് സാധാരണയായി പ്രസംഗവും പഠിപ്പിക്കൽ അല്ലെങ്കിൽ പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ്. परमेश्वर की वचन को पढ़ने के अनुसार हमारे अंदर उसके बुद्धि और ज्ञान, उसकी गहराई हम समझते हैं या दूसरों को समझाते हैं, सिखाते हैं. वो है എന്ന് പറഞ്ഞാൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ കൂടെ തരുന്നതായ വെളിപ്പാടുകളാണ് പ്രസംഗവും ടീച്ചിങ്സും പഠിപ്പിക്കലും. जब हम परमेश्वर के वचन के पढ़ने के लिए प्रार्थना के साथ जब बैठते हैं तो पवित्र आत्मा आपको जो सिखाता है वो है आपके प्रचार या और टीचिंग सिखाना. പ്രസംഗിക്കുന്ന ഒരു വ്യക്തി മാനസികപരമായി പൂർണ്ണമായി തയ്യാറെടുത്ത് സൂക്ഷ്മതയോടുകൂടിയുള്ള ഒരു തയ്യാറെടുപ്പ് തനിക്ക് ഉണ്ടാകുമ്പോൾ തനിക്ക് ദൈവത്തിന്റെ ആത്മാവിൽ നിന്നും ആലോചനകൾ ലഭിക്കുന്നു. അതിനെയാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. परमेश्वर के वचन को सीखने वाला व्यक्ति जो है परमेश्वर की पवित्र आत्मा के साथ साथ सीखा जाता है. तब परमेश्वर के वचन की गहराई आपको बताता है, वो आप दूसरों को बताता है, वो है प्रचार. എന്നാൽ പ്രവചനം നേരത്തെ മുൻകൂട്ടി ഇരുന്ന് മനസ്സിലാക്കി വേദപുസ്തകത്തിനകത്തുനിന്ന് പഠിച്ചിട്ടു എന്ന് പറയുന്ന കാര്യമല്ല പ്രവചനം. लेकिन भविष्यवाणी ऐसा नहीं है कि आप बहुत पहले ही परमेश्वर के वचन के सामने बैठ के पाए हुआ बातें बोलना, वो नहीं है. പരിശുദ്ധാത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെടുമ്പോൾ നമ്മളിലുള്ളതായിരിക്കുന്ന ബലഹീനതകളെ മനസ്സിലാക്കി അതുമായി ബന്ധപ്പെടുത്തി ആ ബലഹീനതകളുള്ള ഭാഗങ്ങൾ ദൈവത്തിന്റെ ശക്തി അയച്ച് നമ്മളെ ബലപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ശബ്ദത്തെയാണ് പ്രവചനം എന്ന് പറയുന്നത്. हमारे अंदर की कमी घटियों को निकालने के लिए, हमारे अंदर की कमजोरियों को हटाने के लिए दूसरों के द्वारा हमें तसल्ली देने वाली बातें बोलना, उसको कहते हैं भविष्यवाणी. ആമേൻ ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം ഞാൻ പ്രവചനത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞെങ്കിലും എടുത്തു പറയട്ടെ. दूसरी बात जो है भविष्यवाणी क्या है? പ്രവചനം ഭാവി മുൻകൂട്ടി പറയുന്നതിനെ അല്ല പ്രവചനം എന്ന് പറയുന്നത്. जो हमारे भविष्य के बारे में जो पहले बताते हैं वो नहीं है भविष्यवाणी. ഫോർത്ത് ടെല്ലിംഗ് അല്ല, जो हमारे भविष्य के बारे में बताने वाली बात नहीं है. ഇത് ഫോർത്ത് ടെല്ലിംഗ് ആണ്. ഫോർത്ത് ടെല്ലിംഗ് അല്ല, ഇത് ഫോർത്ത് ടെല്ലിംഗ് ആണ്. ये एक 4 तरीके की बात എന്ന് പറഞ്ഞാൽ ധൈര്യമായി മുമ്പോട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യം ധൈര്യമായി പറയുന്ന കാര്യമാണിത്. ये बड़े हिम्मत के साथ बोलने वाली बात है. അല്ലാതെ നാളെയെ കുറിച്ചുള്ള അനുഗ്രഹത്തിന്റെ നന്മയുടെ കാര്യം പറയുന്നതല്ല പ്രവചനം. भविष्य के बारे में बताने वाली बात नहीं है. ये हिम्मत के साथ उसी समय मिलने वाली बात बताते हैं. മുമ്പ് ഞാൻ പറഞ്ഞത് വീണ്ടും എടുത്തു പറയട്ടെ. ഈ പ്രവചനത്തിൽ കൂടെ ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കുക അല്ലെങ്കിൽ പണിയപ്പെടുക, ആത്മീയപരമായി പണിയപ്പെടുക, ഉത്തേജിപ്പിക്കപ്പെടുക, ആശ്വാസം പ്രാപിക്കുക അല്ലെങ്കിൽ സന്തോഷം പ്രാപിക്കുക എന്നുള്ളതാണ് ഈ പ്രവചനത്തിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. भविष्यवाणी के द्वारा परमेश्वर हमसे यही इच्छा रखते हैं कि हम आत्मिक बढ़ोतरी पाए और हमारे अंदर एक उत्तेजना मिले परमेश्वर के लिए और उससे हमें तसल्ली भी मिले. ഇനി ഞാൻ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. मैं एक और बात बढ़ाऊंगा. ഇവിടെ നമ്മൾ പലരും ഈ ഇതുപോലെ പറയുന്ന സമയങ്ങളിൽ ഭാവിയെ കുറിച്ചും അവർ പറയാറുണ്ട്. ऐसे बोलने वाले लोग जो है भविष्य के बारे में भी बताते हैं. അത് പ്രവചനത്തിന്റെ കൃപാവരം കൊണ്ടല്ല, പിന്നെയോ പരിജ്ഞാനത്തിന്റെ കൃപാവരം കൊണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട് ജ്ഞാനം, ഒരുവന് ജ്ഞാനം, ഒരുവന് പരിജ്ഞാനം, ഒരുവന് വിവേചനം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. वो अपने बुद्धि के अनुसार की बातें बताते हैं. അതുപോലെ ഈ പ്രവചനത്തിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ഫോർത്ത് ടെല്ലിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് പ്രവചനമല്ല, അത് പ്രവചനത്തോടുകൂടെ പരിജ്ഞാനം എന്ന വരവും കൂടെ ചേർന്നാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. अगर कोई व्यक्ति आपको भविष्यवाणी के साथ साथ आपको भविष्य के बारे में भी बोल रहा है तो वो अपने बुद्धि को साथ में जोड़ते हुए, अपने परिज्ञान को साथ जोड़ते हुए बता रहा है. ആമേൻ ഹല്ലേലൂയ. മാത്രമല്ല ഈ കൃപാവരം, പ്രവചന കൃപാവരം എന്ന് പറയുന്നത് വ്യക്തിപരമായ ഒരു മാർഗദർശനം നമുക്ക് നൽകത്തില്ല.
ये जो भविष्यवाणी बोलने वाली बात जो है हमें एक रास्ता नहीं दिखाएगा। വ്യക്തിപരമായ വഴികാട്ടൽ തരുന്നതല്ല പ്രവചനം. व्यक्तिगत रीति से हमें चलाने वाला बात नहीं है ये। വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ഒരു ആലോചന അനുസരിച്ച് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അനുസരിച്ച് നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ ഇരിക്കണം. अगर आपको अपने निजी जिंदगी में आगे कैसे बढ़ना है करके समझना है तो आपको यीशु मसीह के चरणों में बैठना है। യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. याकूब की किताब उसका 1:5 में हम ऐसे पढ़ते हैं। ഒരുവന് ജ്ഞാനം കുറവായിരിക്കുന്നുവെങ്കിൽ അവൻ ധാരാളമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ. हर एक के अंदर ज्ञान की बुद्धि की कमी है तो जो बहुत आय से देने वाले അപ്പോൾ അവന് ദൈവം കൊടുക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വഴികാട്ടൽ അല്ലെങ്കിൽ ഒരു ഗൈഡൻസിന്റെ ആവശ്യമുണ്ടെങ്കിൽ പ്രവചനമല്ല നമ്മളെ ഗൈഡ് ചെയ്യുന്നത്, ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മളെ പരിശുദ്ധാത്മാവിനാൽ ഗൈഡ് ചെയ്യപ്പെടണം. अगर किसी को अपने निजी जीवन के अंदर आगे कैसे जाना है करके समझना है तो उस समय आपको कोई भविष्यवाणी की जरूरत नहीं। आप परमेश्वर के चरणों में बैठिए, पवित्र आत्मा आपको अगुवाई करेगा। അതുമല്ല നമ്മൾ ദൈവത്തിന്റെ തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ മുമ്പോട്ട് നയിക്കുവാൻ ഇടയാവും. यही नहीं, परमेश्वर के वचन को हम सीखेंगे और मनन करेंगे तो पवित्र आत्मा आपको अगुवाई करेगा। പ്രവചനം നിങ്ങളെ ഭാവിയുടെ കാര്യങ്ങളെ പറ്റി പഠിപ്പിക്കുന്നില്ല. വേദപുസ്തകം അനുസരിച്ചുള്ള ഒരു പഠിപ്പിക്കലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. परमेश्वर के वचन के आधार पर मैं आपको सिखा रहा हूँ। भविष्यवाणी जो है आपको एक ഭാവിയെ കുറിച്ച്, भविष्य के बारे में नहीं, മുമ്പോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രവചനം നമ്മളെ പഠിപ്പിക്കുന്നില്ല. भविष्यवाणी जो है आपको भविष्य के बारे में नहीं बताता। ആത്മീയപരമായിട്ട് വളരുവാൻ, പ്രാർത്ഥിക്കുവാൻ, തിരുവചനം വായിക്കുവാൻ, സമയം ദൈവത്തോടുകൂടെ ചെലവഴിക്കുവാനുള്ള ഉത്സാഹവും അല്ലെങ്കിൽ ഉന്മേഷവും അല്ലെങ്കിൽ എന്താ പറയുന്നത് എക്സോർട്ടേഷനാണ്, ഉത്തേജിപ്പിക്കലാണ് പ്രവചനം. भविष्यवाणी वो चीज है जो हमारे अंदर की कमी घटी को हटाते हुए परमेश्वर के साथ बैठने के लिए, हमारे जो परमेश्वर के वचन को सीखने के लिए, परमेश्वर के लिए खड़े होने के लिए उत्तेजना पाने का या तसल्ली पाने का एक विषय है ये भविष्यवाणी। ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. मैं अपनी बातों को यहाँ खत्म कर रहा हूँ। നമ്മൾ കണ്ടു അന്യഭാഷ, അന്യഭാഷയുടെ വ്യാഖ്യാനം, പ്രവചനം. हमने यहाँ पे देखा अन्य भाषा और उसके विवरण और भविष्यवाणी। ഇത് വചനങ്ങളുടെ അല്ലെങ്കിൽ വെളിപ്പാടുകളുടെ വചനമായിട്ടാണ് നമ്മൾ കാണുന്നത്. ये जो है हमारे दर्शन के बारे में या प्रकाशन के जो बारे में हम सीखते हैं। ഇത് ഒന്നിനോടൊന്ന് അല്പം മിങ്കിൾ ചെയ്ത് അല്ലെങ്കിൽ ചേർന്ന് വരുന്ന കൃപാവരങ്ങളാണ്. ये सारे एक दूसरे से जुड़ी हुई बातें हैं। ഇത് അഭിഷേകം പ്രാപിക്കുമ്പോൾ ദൈവം നമ്മിൽ പകരപ്പെടുന്ന കൃപാവരമാണ്. जब हम परमेश्वर के अभिषेक को पाते हैं, पवित्र आत्मा के अभिषेक को पाते हैं तो परमेश्वर हमारे अंदर डालते हैं। ഹല്ലേലൂയ. ആ കൃപാവരങ്ങളെ പ്രാപിച്ചെടുക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ये वरदानों को पाने के लिए परमेश्वर आपको सहायता ഒരു കാര്യം കൂടെ പറഞ്ഞ അവസാനിക്കട്ടെ. കൃപാവരങ്ങൾ നമുക്ക് ദൈവം തന്നിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ, परमेश्वर ने वरदान सारे हमें देने का खास बात क्या है, നാം ഒരിക്കലും പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. कभी भी शैतान के चाल में फंसे ना। അതിനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. इसलिए परमेश्वर हमें दिया। ഒരു കള്ളപ്രവാചകനും പിശാചിന്റെ പ്രവാചകനും വന്ന് നമ്മളെ കുടുക്കിക്കളയരുത്. कोई भी झूठा भविष्यवक्ता या कोई ऐसे गलत बोलने वाले या दुष्ट मार्ग से भरे हुए भविष्यवक्ता आके आपको फंसा ना जाए। നാം ദൈവസന്നിധിയിൽ തെളിവുള്ളവരായിരിക്കണം. हम परमेश्वर के सामने एक साफ सफाई വിവേകവും വിവേചനവും ഉള്ളവരായിരിക്കണം. बुद्धि और समझ के साथ अपने जिंदगी बिताने वाले होने चाहिए। എല്ലായ്പ്പോഴും ജയോത്സവമായി നടക്കണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. हर दिन हर पल जो हम परमेश्वर के सामने एक जय की उत्सव में चलने वाले होने നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. अपनी आंखों को बंद करें, प्रार्थना। സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹീതമായ സന്ധ്യയ്ക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടെ അങ്ങയെ സ്തുതിക്കുന്നു. स्वर्गीय पिता, इस सुंदर समय के लिए हम आपको धन्यवाद करते हैं। കർത്താവേ, അഭിഷേകവും അതിനെ തുടർന്നുള്ളതായിരിക്കുന്ന ദൈവിക ഗിഫ്റ്റിനെ കുറിച്ചും ദൈവമായ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. परमेश्वर उस आपके अभिषेक के बारे में, उसके वरदानों के बारे में आप हमें सिखा रहे हैं। ഞങ്ങൾ പഠിച്ചത് ഗ്രഹിച്ചെടുപ്പാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. परमेश्वर हमने जो सीखा है उसको ग्रहण करने के लिए हमारे अंदर बुद्धि। ഞങ്ങളെ ലൈവിൽ കൂടെ കേൾക്കുന്നവര് മാത്രമല്ല, കർത്താവ് യൂട്യൂബിൽ കൂടെ ഒക്കെയും ശ്രദ്ധിക്കാൻ പോകുന്നവര്, കർത്താവ് സൂമിൽ കൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. परमेश्वर जूम के द्वारा, फेसबुक के द्वारा और यूट्यूब के द्वारा हमें देखने वालों को आपके हाथ में समर्पण करते हैं। കേൾക്കപ്പെട്ട വചനം അവരുടെ ജീവിതത്തിൽ പ്രായോഗികമായി തീരുവാൻ കർത്താവ് സഹായിക്കുന്നു. सुना हुआ वचन जो है उनके जीवन के अंदर कार्य करने पाए। കർത്താവ് അവരുടെ ഹൃദയങ്ങളോട് ഇടപെടണം. परमेश्वर के दिलों से बात ഈ രാത്രികാലം ദൈവാത്മാവ് വിതയ്ക്കപ്പെട്ടതായ വചനങ്ങൾ കർത്താവെ ബേൽസബേലോ പറവകളോ വന്ന് എടുത്തു കളയാതെ വണ്ണം അവരുടെ ഹൃദയത്തിൽ ഞാൻ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രവയ്ക്കുന്നു. परमेश्वर आज जो बोया हुआ बीज जो आपके वचन जो है, कोई दुष्ट आत्मा, कोई पंछी उठा के लेके ना जाने के लिए यीशु मसीह के लहू से उनको मुद्रण करते हैं। അത് വരുന്ന നാളുകളിൽ ട്രില്യൺ മടങ്ങായി കർത്താവ് ഫലം കായ്പാൻ ദൈവമായ കർത്താവ് സഹായിക്കും. आने वाले दिनों में वो बहुत आयत से फल देने पाए। അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. आपके हाथ में समर्पण करते പ്രാർത്ഥനകളുടെ സ്തോത്രം हैं। आपने हमारे प्रार्थनाओं को सुन लिया യേശുവിന്റെ നാമത്തിൽ തന്നെ. यीशु मसीह के नाम से। ആമേൻ. ഹല്ലേലൂയ. आमीन।
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. परमेश्वर आपको आशीष करने നമുക്ക് पाए। ഞായറാഴ്ച ആരാധനയുണ്ട്. इतवार को आराधना भी होगा। തമിഴിലായിരിക്കും ആരാധന. तमिल में होगा आराधना। നിങ്ങൾ നമ്മുടെ സൂം ഐഡിയിൽ കൂടെ ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. आप उसमें शामिल होना चाहते हैं तो शामिल हो सकते हैं। ആരെങ്കിലും ഗൈഡൻസോ കൗൺസിലിംഗോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന സ്ക്രോളിംഗിൽ വരുന്നതായ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക. अगर आपको कोई प्रार्थना विषय है, कोई ऐसे वजन से आपको कोई समझना है तो आप हमें फोन पे बात करिएगा। ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. हम आपके लिए प्रार्थना करें। ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. परमेश्वर आप सबको आशीष करने पाए। आमीन। आमीन।